ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റീപ്രൊഡക്റ്റീവ് അനാട്ടമി പഠിക്കാൻ പോവാണ്. ഏതിൻ്റെയാണ് മക്കളെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമി പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജോബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമി. അപ്പോൾ ഈ അനാട്ടമി പഠിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഡള്ളുണ്ട്, കുറച്ച് പേർക്കെങ്കിലും ഡള്ളുണ്ടെന്ന് എനിക്കറിയാം. ഡള്ളെന്ന് പറയുമ്പോഴത്തേക്കും പുതിയ പേരുകളാണ്, അതുപോലെ നേരത്തെ പഠിച്ചിട്ട് നമ്മൾ വിട്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്, അതുപോലെ VHSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ പുതിയ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് നേരത്തെ നമ്മൾ സ്കെൽട്ടൽ പഠിച്ചപ്പോൾ കയ്യും കാലൊക്കെ തൊട്ട് കണ്ട് പഠിക്കാമായിരുന്നല്ലേ. ഇതിപ്പോൾ അങ്ങനെ പറ്റുകയില്ല. അപ്പോൾ എന്നാൽ കൂടിയും നമുക്കിത് മനസ്സിൽ സങ്കല്പിച്ച് അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ട് എന്താണ് ചിത്രം അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി പഠിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമാകും. അപ്പോൾ ഒരു കാരണവശാൽ ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. അതുപോലെ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഹോർമോണൽ ഇൻ്റർപ്ലേ എന്ന് പറയുന്ന ഭാഗം, അതൊന്ന് ചോദ്യങ്ങൾ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ആണ് നോട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇനി ഒരിക്കലും അഡ്വാൻസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നുകൂടായിക ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമി ബന്ധപ്പെടുത്തി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, ഇതൊരൊറ്റ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 15, 16, 17, 18 ഒരൊറ്റ പരീക്ഷ 4 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗം ചോദിച്ചത്. നോക്കാം. ദ ഫണൽ ഷേപ്ഡ് ട്യൂബ് അറ്റ് ദ ഓവേറിയൻ എൻഡ് ഓഫ് ഓവിഡക്റ്റ് ഈസ് കാൾഡ്. പറഞ്ഞുതരാം. ഓവുലേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? പറഞ്ഞുതരാം. ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ഓവം ഇത് കുറച്ച് അപ്പുറത്ത് പഠിക്കാനുള്ളതാണ്, ഫെർട്ടിലൈസേഷൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളതാണ്, അവിടെ നിൽക്കട്ടെ. ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് ഈസ്ട്രസ് സൈക്കിൾ ഇൻ ദ കാറ്റിൽ, ഇതും നമുക്ക് കുറച്ച് അങ്ങോട്ട് നിന്ന് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഈ ഭാഗം അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ പോർഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് കൗ വിച്ച് ഓപ്പൺസ് ഓൺലി ഡ്യൂറിങ് ഹീറ്റ് ആൻഡ് പാർച്ചുറേഷൻ. അതുപോലെ ദ ടൈം ഓഫ് ഓവുലേഷൻ ഇൻ കൗ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ. അതുപോലെ ഇൻ കൗ ഓവുലേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ്, ഇത് അതേ ക്വസ്റ്റ്യൻ കണ്ടോ, വീണ്ടും ആ ഒരു ഫേസ് വെച്ചിട്ട് അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് നിർബന്ധമായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മാത്രമല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല, നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗമാണിത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ സർവീസിൽ കേൾക്കാൻ പോകുന്ന, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ജോലി എന്താണ് മക്കളെ? കന്നുകാലികളിലെ വംശവർദ്ധനം അല്ലേ? എന്താണ്? കന്നുകാലികളിലെ വംശവർദ്ധനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് പഠിച്ച് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫീമെയിൽ ഏതാണ് മക്കളെ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. മെയിലിൽ ഏതാണ് പഠിച്ചു കഴിഞ്ഞു? എന്താണ്? ടെസ്റ്റിസ് ആണ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ? റീപ്രൊഡക്റ്റീവ് സെല്ല് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനെ മാത്രമേ നമ്മൾ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏതാ? ഓവറി എന്നറിയപ്പെടുന്ന പീനട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കപ്പലണ്ടി പോലത്തെ ഷേപ്പിലുള്ള കപ്പലണ്ടി പോലെ അത്രയും ചെറുതല്ല കേട്ടോ, അതുപോലെ 2 സാധനങ്ങളാണ് ഇവിടെ ഓവറി ആയിട്ടുള്ളത്. മനുഷ്യനും അതുപോലെ തന്നെയാണ്. മനുഷ്യനാണെന്നുണ്ടെങ്കിലും അതുപോലെ ക്യാറ്റിലാണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഈ മേഖലയിൽ ഇല്ല. ഓക്കെ. അപ്പോൾ എന്താ ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓവറിയാണ് ഇതിൻ്റെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്? 2 ഓവറികൾ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓവറിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് മാത്രമേ ഒരു പ്രാവശ്യം ഒരു ഓവം പുറത്തേക്ക് വരത്തുള്ളൂ. ഓവം എന്ന് പറഞ്ഞാൽ മുട്ട തന്നെയാണ്. മുട്ട, മലയാളം ഓവത്തിന് മലയാളം മുട്ട, എഗ്ഗ്. അപ്പോൾ ഈ എഗ്ഗ് ഒരു തവണ ഒരെണ്ണം മാത്രമേ സാധാരണ പുറത്ത് വരാറുള്ളൂ. മൾട്ടിപ്പിൾ ഓവുലേഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ്, പഠിക്കാനുള്ളതാണ് നമുക്ക്. അത് പിന്നെ പഠിക്കാം. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സഹായത്തോടുകൂടി വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മൾട്ടിപ്പിൾ ഓവുലേഷൻ ചെയ്യാറുണ്ട്. സാധാരണ നോർമലി ഒരു ഓവം മാത്രമേ ഈ ഒരു ഓവത്തിൽ നിന്നും പുറത്തേക്ക് വരാറുള്ളൂ. ഓക്കെ. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഓരോ ഓവറി ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ നിന്നാകട്ടെ റൈറ്റിൽ നിന്നാകട്ടെ ഒരു ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഗർഭപാത്രത്തിലാണ് കുട്ടി ഉണ്ടാകുന്നത് അല്ലേ?
എവിടെയാണ്? ഗർഭപാത്രത്തിൽ. ഈ ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് ഈ കോശത്തിനെ വഹിച്ചു കൊണ്ട് പോകണ്ടേ? പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവറുകളിൽ നിന്നും ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നേരെ ക്യാച്ച് ചെയ്ത് ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഡക്റ്റ് ഉണ്ട്. അത് നമ്മളെന്ന് പറയും ഓവിഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ലെഫ്റ്റും റൈറ്റും 2 ഓവറുകളില്ലേ? അപ്പോൾ 2 ഓവിഡക്റ്റ് വേണ്ടേ? വേണം അല്ലേ? അവിടെ അപ്പുറത്തൊരെണ്ണം കാണാം, ഇപ്പുറത്തൊരെണ്ണം കാണാം. 2 ഓവിഡക്റ്റ് ഉണ്ട്. പിന്നെ എന്തുള്ളത്? യൂട്ടറസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. എന്താണ് യൂട്ടറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗർഭപാത്രം, അവിടെയാണ് കുട്ടി ഉണ്ടാകുന്നത്. യൂട്ടറസ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ അല്ലേ? എന്ത് ചെയ്യണം? ഈ യൂട്രസിൽ കുട്ടി വളരുന്ന സമയത്ത് ഇതിനെ അടച്ച് ഒരു ബലൂൺ പോലെ വീർത്ത് വരുന്ന നല്ല പ്രഷർ കൂടില്ലേ? അപ്പോൾ അടച്ച് സൂക്ഷിക്കണം. അതിനുവേണ്ടി നെക്ക് ഓഫ് ഫീമെയിൽ യൂട്രൈൻ ട്രാക്റ്റ് എന്നറിയപ്പെടുന്ന സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം വേണം. അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വരച്ചിരുന്നത് അല്ലേ? അത്യാവശ്യമുള്ള ഭാഗങ്ങൾ അതിൻ്റെ ഫംഗ്ഷനും ഇപ്പോഴേ പറഞ്ഞു പോവുകയാണ്. ഇനി ഇതിനകത്തേക്ക് ശരിക്കും സ്പെർമാറ്റോസോവയെ കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? നോർമലി ഈ 2 മൃഗങ്ങൾ തമ്മിൽ ഇണ ചേരണം. ആ ഇണ ചേരാൻ വേണ്ടി ഒരു ഓർഗൻ വേണ്ടേ? മനുഷ്യരിലുള്ളതുപോലെ തന്നെ വജൈന തന്നെയാണ് ഇതിൻ്റെ ഫീമെയിൽ കോപ്പുലേറ്ററി ഓർഗൻ. ഓക്കെ, വജൈന കണ്ടോ? വജൈന ഇതുവരെ ഉണ്ട്. പിന്നെ എന്താ? പുറമേ കാണപ്പെടുന്ന ഇതിൻ്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് കാൾഡ് വൾവ. ഇത്രയുമാണ് സാധാരണ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലുള്ളത്. അപ്പോൾ ഈ വജൈനയെ അടച്ചു സൂക്ഷിക്കണ്ടേ? എപ്പോഴും ഒരു വലിയ കനാലാണ്, തുറന്നു വെച്ചാൽ മതിയോ? അപ്പോൾ ആ വൾവ വെച്ച് അടച്ചു വെക്കണം. ഇപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ. ഈ പേരുകൾ എന്താണെന്നും ഏതൊക്കെ ഭാഗമാണെന്നും വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും എന്തുകൊണ്ട് അവിടെ എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പേരുകൾ മാത്രം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓവറി, ഓവിഡക്റ്റ്, ആ പേരിൻ്റെ ഓവിഡക്റ്റ്, മുട്ട കൊണ്ടുപോകുന്ന ഡക്റ്റ്. പിന്നെ യൂട്രസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഗർഭപാത്രം. സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം പ്രത്യേകം ഓർത്തിരിക്കുക. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് സെർവിക്സ്. പിന്നെ വജൈന, കോപ്പുലേഷൻ, ഈ പരിപാടി നടക്കുന്ന സ്ഥലം അല്ലേ? കോപ്പുലേഷൻ നടക്കുന്ന സ്ഥലം. പിന്നെ അത് അടച്ചു സൂക്ഷിക്കാനുള്ള വൾവ. ഇത്രയും ഭാഗമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്തുള്ളത്. ഇനി നമുക്ക് ഓവറിയെ കുറിച്ച് പഠിക്കാം. ഓവറിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ് ആദ്യം. എന്താണ്? പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫീമെയിൽ. എന്താണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫീമെയിൽ? നേരത്തെ ചോദിച്ചിട്ടുണ്ട് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ മെയിൽ. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഫീമെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏത് എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കാം. ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. എന്തായിരിക്കും? ഓവറി ആയിരിക്കും. സംശയമില്ലല്ലോ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫീമെയിൽ ഏതാണ് മക്കളെ? ഓവറി. മറന്നുപോലെ കേട്ടോ, ഓവറി. ഓക്കെ, അപ്പോൾ എന്താ ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇറ്റ്സ് എ പെയർ ഓഫ് ഓർഗൻ. ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിസ് എന്തൊക്കെയാ ചെയ്യുന്നത്? സ്പെർമാറ്റോസോവയെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനോടൊപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ടെസ്റ്റിസ് നിർവഹിക്കുന്നത്. അപ്പോൾ ഓവറിയും എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോരാ? ഓവത്തിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോരാ, ഫീമെയിൽ സെക്സ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാ ഫീമെയിൽ സെക്സ് ഹോർമോൺ? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ടെസ്റ്റിസ് പഠിച്ചപ്പോഴത്തേക്കും ഒരു മെയിൽ സെക്സ് ഹോർമോണിനെ കുറിച്ച് മാത്രമേ നമ്മൾ ടെസ്റ്റിസിൽ നിന്ന് ഉണ്ടാകുമെന്ന് പഠിച്ചുള്ളൂ. അത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റോസ്റ്റിറോണിന് അനലോഗസ് ആയിട്ട് അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ എല്ലാം ചെയ്യുന്ന ആളാരാ? ഈസ്ട്രോജനാ. കാര്യം എന്താ? ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാം, റൈറ്റ് അല്ലേ? ഇവിടെ ഫീമെയിലില് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആരാ? ഈസ്ട്രോജനാണ്. ഇത് നിങ്ങൾ ഇനി മറക്കില്ല. നിങ്ങളിപ്പം ആണ് പെണ്ണാവുകയും പെണ്ണ് ആണാവുകയും അല്ലേ? നമ്മുടെ മനുഷ്യരിൽ LGBT കമ്മ്യൂണിറ്റി എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ കാലയളവിൽ ചില സ്ത്രീകൾക്ക് ആണുങ്ങളുടെ മനസ്സായിരിക്കും, ആണുങ്ങളുടെ ഒരു എന്താ പറയുക സെക്ഷൽ ഓറിയൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അവർ ശരീരം കൊണ്ട് സ്ത്രീയും മനസ്സുകൊണ്ട് ആണിനെ പോലെ ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? ചില സർജറികളിലൂടെ അതുപോലെ ചില ട്രീറ്റ്മെൻറ്റുകളിലൂടെയും ആണുങ്ങളെ പോലെ ജീവിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ്
ആൻഡ്രോജൻ, അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ട്രീറ്റ്മെൻറ്റ്. ടെസ്റ്റോസ്റ്റിറോൺ അവർക്ക് കുത്തിവെച്ച് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് മീശ വളരും, താടി വളരും, അതുപോലെ എന്താണ് അവരുടെ ബ്രസ്റ്റ് ഒക്കെ സർജറി ചെയ്തൊക്കെ മാറി നല്ല നല്ല കിടിലം ചെസ്റ്റ് മസിൽസ് ആവും. കണ്ടാൽ പെണ്ണുങ്ങളാണെന്ന് ഒരിക്കലും പറയുകയില്ല, അതുപോലെ മാറ്റം സംഭവിക്കും അവർക്ക്. അതാണ് ടെസ്റ്റോസ്റ്റിറോൺ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നത്. അതേപോലെ നേരെ തിരിച്ചും ഇപ്പോൾ ഒരു ആൺകുട്ടി ഈസ്ട്രജൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നാൽ സംഭവിക്കും, അവൻ്റെ സ്ഥാനങ്ങൾക്ക് വളർച്ച കൂടും. അതുപോലെ മീശയിടും താടിയിടും, അങ്ങനെ ഒരു വലിയ മീശതാടിയൊന്നും ഉണ്ടാവില്ല അല്ലേ, അതൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ മാറിക്കിട്ടും. പിന്നെ ശബ്ദം സ്ത്രീകളെ പോലെ ആകാൻ തുടങ്ങും അല്ലേ, പിന്നെ ശരീരം സോഫ്റ്റ് ആകും, സ്ത്രീകളെ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി വരും, ആ മസ്കുലൈൻ സ്ട്രക്ചറൊക്കെ മാറിപ്പോകും അല്ലേ. അതൊക്കെയാണ് സാധാരണ അവിടെ സംഭവിക്കുക. അപ്പോൾ ഇത് മനസ്സിലായി. ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റിറോണും ഏതൊക്കെയാണ് മനസ്സിലായി. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് നിദാനമായിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന രണ്ട് ഫീമെയിൽ സെക്സ് ഹോർമോണും അതുപോലെ ഓവവും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓവറിയുടെ ധർമ്മം. ഈസ്ട്രോജനാണ് പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അത് പറയാനും പഠിക്കാനുള്ള സമയമുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും. നോർമലി ക്യാറ്റിലുള്ള ഓവറിക്ക് ഏകദേശം 1 മുതൽ 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ 10 മുതൽ 20 ഗ്രാം ഭാരവും ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശ രൂപവും ഭാവവും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. കാര്യം എന്നറിയാമോ, പ്രഗ്നൻസി ഡിറ്റക്ഷനിൽ നിങ്ങൾ കിടുവായി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ പെർറക്ടൽ പാൽപേഷനിൽ കിടുവായിട്ട് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, വേറെ വിഷയങ്ങളൊന്നുമില്ല, അത് വരുന്ന സമയത്ത് നമുക്ക് ഓവറി പാൽപ്പേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓവറി പാൽപ്പേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫോളിക്കിളിൻ്റെ സൈസ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഫോളിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓഫ് കോഴ്സ് എന്തില്ല, പ്രഗ്നൻസി ഇല്ല. ഫോളിക്കിൾ അല്ല, പകരമുള്ളത് എന്താണ്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയിക്കാൻ പറ്റും. കേട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഓവറി പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം. ഓവറിൻ്റെ സൈസും ഷേപ്പൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തൊട്ട് നോക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ട്രെയിനിങ് പോകുന്ന സമയത്ത് നിങ്ങളെ എന്തായാലും നമ്മുടെ ഈ സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുപോകും. സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ എന്താണ് ഓവറി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കാണിച്ചു തരും. അത് തൊട്ട് നോക്കാനും പിടിച്ചു നോക്കാനും കൺസിസ്റ്റൻസി നോക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കിട്ടിയാന്നല്ല, ഞാൻ ഇതുവരെ സ്ലോട്ടർ ഹൗസിൽ പോയി ട്രെയിൻ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാ ട്രെയിനിങ് സെൻറ്ററിലും സ്ലോട്ടർ ഹൗസ് ട്രെയിനിങ് അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറി എന്താണ്? ഓവറീസ് ആർ ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫീമെയിൽ. അതുപോലെ ഓവറീസ് ആർ എ പെയർ ഓഫ് ഓർഗൻ, 2 എണ്ണമുണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അതുപോലെ അത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ സെക്സ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊന്ന് എഴുതി വെച്ചോട്ടെ, വേണമെങ്കിൽ ചോദിച്ചു കൂടായി എന്നുള്ള ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ 1 to 4 സെൻറ്റിമീറ്റർ ലെങ്ത്, 3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് 10 to 20 ഗ്രാം ഇൻ വെയിറ്റ്. നോക്കാം. ഓവറി ഈസ് കമ്പോസ്ഡ് ഓഫ് മെഡുല്ല ആൻഡ് കോർട്ടെക്സ്. കിഡ്നിയിൽ വന്നിട്ടുണ്ട്, കോർട്ടെക്സും മെഡുല്ലയും ഉണ്ടാവും. പുറത്താര് അകത്താര് ഇത് മാത്രം അറിഞ്ഞാൽ മതി. പുറത്താര് അല്ലെങ്കിൽ ഔട്ടർ സർഫസിലാര്, ഇന്നർ സർഫസിലാര്. അപ്പോൾ നോക്കാം. കോർട്ടെക്സ് ഈസ് ദ ഔട്ടർ സർഫസ് ഓഫ് ഓവറി. ഔട്ടർ സർഫസ് കോർട്ടെക്സാ. മെഡുല്ല ഇന്നർ സർഫസ്, കോർട്ടെക്സ് ഔട്ടർ സർഫസ്. കോർട്ടെക്സ് ഔട്ടർ സർഫസ് എന്ന് പറഞ്ഞേ. കോർട്ടെക്സ് ഔട്ടർ സർഫസ്. കോർട്ടെക്സ് ഔട്ടർ സർഫസ്, പുറമേ കാണുന്നത് കോർട്ടെക്സ്, അകമേ കാണുന്നത് മെഡുല്ല. അപ്പോൾ എന്താ കോർട്ടെക്സിലുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിലിൽ ഈ സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എന്നുള്ള പരിപാടി എന്ന് മുതലാണോ ടെസ്റ്റിസ് ഫങ്ഷനിലാകുന്നത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും, ഏകദേശം അങ്ങ് മരിക്കുന്നവരെ തുടരുകയും ചെയ്യും. അതിങ്ങനെ കോടാനുകോടിക്കണക്കിന് ഇജാക്കുലേഷൻ, ഓരോ ഇജാക്കുലേഷൻ കോടാനുകോടിക്കണക്കിന് സ്പേംസിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഫീമെയിൽ ജനിക്കുമ്പോൾ തന്നെ ഏകദേശം കണ്ടോ 75,000 ഫസിക്യൂൾസ് ആണ് അതിനകത്തുണ്ടാവുക. എന്നാൽ ചോദിക്കുക 75,000 ഫസിക്യൂൾസും ഓവുലേറ്റ് ചെയ്ത് പോകുന്നില്ല. ഒരു പശുവിൻ്റെ ജീവിത കാലയളവിൽ വളരെ കുറച്ച് ഓവ് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഫസിക്യൂൾസ് അതിനകത്ത് ഉണ്ടായിരിക്കും, മനസ്സിലാക്കുക. അപ്പോൾ നോക്കാം, എന്താ കോർട്ടെക്സ്? ഓവറിയുടെ ഔട്ടർ സർഫസ് എന്താണ്? കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ് ഈസ് ദ outer surface ovary consists of germinal epithelium in which large number of follicles develop where ova are produced. അവിടെ എന്തുണ്ട്? ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ട്.
ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് പ്രൈമോർഡിയൽ ഫോളിക്കിള്, പ്രൈമറി ഫോളിക്കിള്, ഡെവലപ്പിംഗ് ഫോളിക്കിള്, സെക്കൻഡറി. കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ ഡെവലപ്പായി വരും. ഇതൊക്കെയാണ് ഒരു ഫോളിക്കിൾ. ഫോളിക്കിളിനകത്തുനിന്നുണ്ടാകും ഒരു കുഞ്ഞു ഓവം ഉണ്ടായിരിക്കും അല്ലേ. ഇത് ഓവം വലുതായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. അത് പൊട്ടി ഓവം പുറത്തേക്ക് വരും. അപ്പോൾ നോക്കുക, ഇതെവിടെയാണ്? ഔട്ടർ സർഫസ് ആയ കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. അവിടെ എന്തുണ്ട്? ജെർമിനൽ എപ്പിത്തീലിയം ഉണ്ടാകും. എന്താണ് ജെർമിനൽ എപ്പിത്തീലിയം? ജെർമിനൽ 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 ജെർമിനൽ. ആ വാക്ക് കേട്ടി വല്ലതും തോന്നുന്നുണ്ടോ? ജർമ്മൻ അല്ല, ജെർമിനൽ. ജെർമിനേഷൻ, സീഡ് ജെർമിനേഷൻ കേട്ടിട്ടില്ലേ? എന്താ സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ? സീഡ് അറിയാലോ, സീഡ് വിത്ത് വിരിയുക അല്ലേ? വിത്ത് വിരിയുകയല്ല, വിത്ത് പൊടിക്കുക, എന്തോ പറയണേ, പൊടിക്കുക അല്ലേ, പൊടിപ്പ് ഉണ്ടാവുക. അതാണ് ജെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള ജെർമിനൽ എപ്പിത്തീലിയം കൊണ്ട് എവിടെ? ഔട്ടർ സർഫസ് ഓഫ് ഓവറിയിൽ. അവിടെ നിന്നല്ലേ പുതിയ കുഞ്ഞുണ്ടാകുന്നത് അല്ലേ? പുതിയ കുഞ്ഞിന് ആവശ്യമായ ഒരു കോശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുക. അവിടെ ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ഫോളിക്കിൾസ് ഡെവലപ്സ് അല്ലെ. ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടാകും, അതിൽ നിന്നും ഓവയുണ്ടാകും. ഏകദേശം 75,000 ഫസിക്യൂൾസ് ആണ് സാധാരണ ഓരോ ഓവറിയിലും ഉണ്ടാവുക. ഏകദേശമാണ് കേട്ടോ, കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി എണ്ണിച്ചുട്ട അപ്പം പോലെ വെച്ചേക്കല്ല. ഓക്കെ, ഏകദേശം 75,000-ഓളം ഫസിക്യൂൾസ് ഓരോ ഓവറിയിലും ഉണ്ടാകും. രണ്ടിലും കൂടെ ഏകദേശം 1.5 ലക്ഷം ഏകദേശം. അപ്പൊ എന്താണ് ഓവറി എന്നും ഓവറിയുടെ പുറമേ ഉള്ള സർഫസ് ആയിട്ടുള്ള കോർട്ടെക്സ്, മറന്നുപോയല്ലോ, കോർട്ടെക്സ് മെഡുല്ല ഇന്നർ ആണ്. കോർട്ടെക്സ് പുറമേ, മെഡുല്ല ഇന്നർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലെയർ എന്ന് മനസ്സിലാക്കി അത് മെഡുല്ല നോക്കാം. ഇറ്റ് ഈസ് ദ ഇന്നർ ടിഷ്യൂ കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും അല്ലെ, എന്തൊക്കെ ഉണ്ടാവണം? ഇതിന് മൊത്തത്തിൽ കണക്ട് ചെയ്ത് വെക്കണ്ടേ? കണക്റ്റീവ് കോറുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് അല്ലേ. അതുപോലെ പിന്നെന്തുണ്ട്? അതിനകത്ത് രക്തത്തിന് സപ്ലൈ എല്ലാം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാസ്കുലാർ. എന്താ വാസ്കുലാർ? നേരത്തെ പറഞ്ഞു. വാസ്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് സപ്ലൈ ഭയങ്കരമാണ്, അതിനാണ് വാസ്കുലാരിറ്റി. വാസ്കുലാർ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമാണെന്നല്ല, ബ്ലഡ് സപ്ലൈ ഉള്ളതിനെല്ലാം വാസ്കുലാർ എന്ന് പറയാം. ഓക്കെ, ഹൈലി വാസ്കുലാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലഡ് സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ നെയിൽ വാസ്കുലാർ ആണോ? നെയിൽ എന്ന് പറയുമ്പോൾ താക്കം വാസ്കുലാർ ആണോ? അല്ല. നമ്മുടെ ഹൂഫ് വാസ്കുലാർ ആണോ? അല്ല. നമ്മുടെ ഹെയർ വാസ്കുലാർ ആണോ? അല്ല. സ്കിന്നിന് സെക്കൻഡ് ലെയറോട്ട് താവട്ടൊക്കെ വാസ്കുലാരിറ്റി ഉണ്ട്, അവിടെ മുറിഞ്ഞാൽ രക്തം വരും അല്ലേ. അതേപോലെ വാസ്കുലാർ ആണ് എന്ത് മെഡുല്ല, അവിടെ രക്തം സപ്ലൈ ചെയ്യണം. അതുപോലെ എന്താണ് ബാക്കി ഇന്നർ കണക്റ്റീവ് ടിഷ്യൂ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നർ മെഡുല്ല ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണമല്ലോ. പുറമേ എന്താ ഉള്ളത്? ജെർമിനൽ എപ്പിത്തീലിയം ഉണ്ട്. എവിടെ? കോർട്ടെക്സിൽ. അവിടെ എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് ഫോളിക്കിൾസ് ഡെവലപ്പ് വന്നുകൊണ്ടിരിക്കും. ഏകദേശം 75,000 ഫസിക്യൂൾസ് ആണ് എച്ച് ഓവറിയിലുള്ളത്. ഇനി ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ മാത്രം ഒരു ക്ലാസ് ആണ്, ഞാൻ പറഞ്ഞുതരും. അത് 21 ദിവസമാണെന്ന് വിചാരിക്കുക. മനുഷ്യരിൽ എത്ര ദിവസമാണ്? ഒരു പ്രാവശ്യം മെൻസസ് ആയിട്ട് അടുത്ത പ്രാവശ്യത്തെ മെൻസസിലേക്ക് പോകാൻ വേണ്ടി എത്ര ദിവസം എടുക്കും? നിങ്ങൾ അറിഞ്ഞുവിടെങ്കിൽ അടുത്ത ആളിനോട് ചോദിക്കുക. ആണുങ്ങളാണെങ്കിൽ നിങ്ങളുടെ വൈഫിനോടൊക്കെ ചോദിക്കുക. മനസ്സിലായില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അറിയാൻ പറ്റും. ഇൻ ഈച്ച് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, ഇതിനെയാണ് ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയാം. ക്യാറ്റിൽ എത്ര? 21 ദിവസങ്ങളാണ്. എത്ര? 21 ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ഒരൊറ്റ ഫോളിക്കിൾ മാത്രമേ എന്താവാൻ സാധ്യതയുള്ളൂ? ഡെവലപ്പിംഗ് ആകാൻ സാധ്യതയുള്ളൂ. ആ ഫോളിക്കിളിനൊരു പേര് നമ്മൾ പറയും. നിങ്ങളിതിപ്പോൾ പഠിയോ? ഈ പേരൊക്കെ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട. എന്താണ് ഇത്? നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അറിയാതെ പഠിച്ചു. ഈ സാധനങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യും കേട്ടോ. റീപ്രൊഡക്ഷൻ കഴിയുന്നവരെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് കേട്ട് പരിചയമാവും, നിങ്ങൾക്ക് പഠിക്കും. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ ആൻഡ്രൽ ഫോളിക്കിൾ എന്ന് പറയും. എന്താണ്? ഈ 21 ദിവസത്തിനുള്ളിൽ നടക്കുന്ന സൈക്കിളിൽ പൊട്ടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പ്രായം തികഞ്ഞ ഒരു ഫോളിക്കിൾ ഉണ്ട്. അതാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ആൻഡ്രൽ ഫോളിക്കിൾ. എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ആൻഡ്രൽ ഫോളിക്കിൾ. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രൊഡ്യൂസസ് ദ ഹോർമോൺ ഈസ്ട്രജൻ. അവിടെ നിൽക്കട്ടെ. ആരാ നോക്ക്. ഇതിപ്പോൾ പൊട്ടി, ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീപ്രൊഡക്റ്റീവ് സൈക്കിളിലേക്ക് പരുവമാവുന്ന ഫോളിക്കിളും ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾ, ഏറ്റവും വലിയ ഫോളിക്കിൾ എന്ന് പറയുക. ഇതിനകത്താണ് ഈസ്ട്രോജൻ ഉണ്ടാകുന്നത്.
മനസ്സിലായി? ഈസ്ട്രജൻ ഉണ്ടാകുന്നത് ഇതിനകത്താണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഓവറിയൊക്കകത്തുള്ള ഗ്രാഫിയൻ ഫോളിക്കിളാണ് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത്. തന്നെ മനസ്സിലായി? അപ്പോൾ ഈസ്ട്രോജൻ എന്ത്, പ്രൊജസ്റ്റീറോൺ എന്ത് പറഞ്ഞുതരും. അതുപോലെ ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ കുറച്ച് വേരിയേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫങ്ഷന് തമ്മിൽ ഏത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഹോർമോണൽ ഇൻ്റർപ്ലേയുടെ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും, അല്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞുതരാം. നമ്മുടെ ആൽവിയോളാർ സിസ്റ്റം എടുക്കുന്നു എന്ന് വയ്ക്കുക. എന്താണ്? പശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് പശുവിൻ്റെ അഡറിനെ കുറിച്ച്. അപ്പോൾ ഈസ്ട്രോജൻ ആര്, പ്രൊജസ്റ്റീറോൺ ആര് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ആകും. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം സ്ഥാന വളർച്ചയാണ്, അല്ലേ? സ്ഥാനങ്ങളുടെ വളർച്ചയാണ്. ഈ സ്ഥാനങ്ങളുടെ വളർച്ച എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് അത്? എപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കും മെനാർക്കി, അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ പോലെ എപ്പോഴാണോ ഇതിന് ഈ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത്, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ആര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്? നിരന്തരം ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാര്യം എന്താ? ഈ കുട്ടി പ്രായപൂർത്തി ആയത് തൊട്ട് തന്നെ ഈ സാധനം ഉണ്ടാവുകയും പൊട്ടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈസ്ട്രോജൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈസ്ട്രോജൻ ഉണ്ടാവുന്നുണ്ട്. ഇതിന് അത്യാവശ്യം സ്ഥാന വളർച്ച ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡറിൻ്റെ രണ്ട് സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് ഡക്റ്റ് സിസ്റ്റവും, രണ്ട് ആൽവിയോളാർ സിസ്റ്റവും. ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആൽവിയോളൈ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിത് കേട്ട് വെച്ചാൽ മതി, വേറെ ക്ലാസ് ആണത്, എന്നാൽ ഇപ്പോൾ പറഞ്ഞു പോകണേ, ഈ രണ്ടുകളുടെ വേരിയേഷൻ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ആൽവിയോളൈ എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സാണ്. എന്താണ്? മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ് ആണ്. നമുക്ക് ലങ്സിലാണെങ്കിലോ എയർ റിസീവ് ചെയ്യുന്ന അവസാനത്തെ യൂണിറ്റാണ്, അല്ലേ? അതുപോലെ മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ചെറിയ കുമിളകളാണ് ആൽവിയോളൈസ്. ഈ ആൽവിയോളൈ ഡെവലപ്മെൻറ്റ് ആരുടെ സഹായത്തോടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈസ്ട്രോജൻ്റെ സഹായത്തോടെ ആയിരിക്കുമോ? അല്ല, പ്രൊജസ്റ്റീറോണിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. അപ്പോൾ വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആകാത്ത കുട്ടികൾ അവരുടെ സ്ഥാനവും, അതേസമയം വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി പ്രസവിക്കാറായ കുട്ടികളുടെ സ്ഥാനവും കണ്ടാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി സ്ട്രക്ചർ എല്ലാം മാറും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? യെസ്, ഇവിടെ ഒരു ഡിഫറൻസ് കിടപ്പുണ്ട്. ആലോചിച്ച് നോക്കണം. ഈ കൊച്ചു കല്യാണം കഴിഞ്ഞില്ല, ആ കൊച്ചു പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാൻ വേണ്ടി 26 വയസ്സായെന്ന് വെച്ചാൽ 26 വയസ്സ് വരെ ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളുടെ ഡക്റ്റ് സിസ്റ്റം മാത്രമേ ഡെവലപ്പ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനങ്ങൾ നല്ല ഫേം ആൻഡ് സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് രണ്ടാമത് എവിടുന്നാണ് ഈ പ്രൊജസ്റ്റീറോൺ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. ഈസ്ട്രോജൻ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇത് പ്രഗ്നൻ്റ് ആയില്ല. എപ്പോഴാ പ്രൊജസ്റ്റീറോൺ ഉണ്ടാകുന്നത്? പ്രൊജസ്റ്റീറോൺ ഉണ്ടാകുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ്. എന്താ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മുടെ ഫോളിക്കിൾ പൊട്ടിപ്പുറത്ത് പോയി, അപ്പോഴത്തേക്ക് ഈസ്ട്രോജൻ്റെ പരിപാടി ഏകദേശം കുറഞ്ഞു. പിന്നെയും ഇത് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഒന്നിന് അടുത്ത് വന്ന് പിന്നെയും ഈസ്ട്രോജൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് ഒരു സാധനം ഉണ്ടാകും. എന്താ? പ്രൊജസ്റ്റീറോൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അത് എവിടെന്നാ? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ്. ഈ പൊട്ടിപ്പോയ സാധനത്തിൻ്റെ റെമനൻസ് അല്ലാണ്ട് കൂടി ചേർന്ന് വിരൽ പോലെ സ്ട്രക്ചർ ഉണ്ടാകും. അതിൽ നിന്നാണ് പ്രൊജസ്റ്റീറോൺ ഉണ്ടാകുന്നത്. ഈ അനിമൽ പ്രഗ്നൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമല്ല, കോർപ്പസ് ലൂട്ടി അങ്ങ് ഇളവി അങ്ങ് പോകും. പിന്നെയും ഈ സൈക്കിൾ അങ്ങ് ആവർത്തിക്കും. ഒരാൾ പ്രഗ്നൻ്റ് ആയാൽ 9 മാസം അല്ലേ? ഇങ്ങനെ നിൽക്കും 9 മാസം. ആ 9 മാസം എന്തുണ്ടാവില്ല? ഈസ്ട്രോജൻ അല്ല, പകരം എന്താ? പ്രൊജസ്റ്റീറോൺ സർജിലായിരിക്കും ഈ ബോഡി. അപ്പോൾ ഈ പ്രൊജസ്റ്റീറോൺ ആണ് നമ്മുടെ ആൽവിയോളാറിൻ്റെ, അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആണെങ്കിലും അഡറിൻ്റെ ആവട്ടെ, ആൽവിയോളാർ സിസ്റ്റത്തിനെ വളർത്തുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസവും കല്യാണം കഴിയുന്നത് വരെ കല്യാണമല്ല ആക്ച്വലി ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായില്ല എന്താണെന്നുള്ള കാര്യം? വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്?
അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ആൽവിയോളാർ ഡക്റ്റ് സിസ്റ്റത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള ഹോർമോൺ ഏതാണെന്ന് ചോദിക്കാം. ഡക്റ്റ് സിസ്റ്റം കൊണ്ട് നമുക്ക് പുറമെ വലിയ ചേഞ്ച് കാണാൻ പറ്റത്തില്ല അല്ലേ. ഒരു നല്ല സൈസ് ആയിട്ടുണ്ട്. നമുക്കൊരു ഹീഫർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടർ നോക്കുമ്പോഴത്തേക്കും നല്ല അടറാണ്, കുഴപ്പമില്ല. പക്ഷേ പാല് വന്ന് തൂങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വളരും അല്ലേ. ഡക്റ്റ് സിസ്റ്റം വളരും അല്ലേ. ഡക്റ്റ് സിസ്റ്റം അല്ല, ആക്ച്വലി ആൽവിയോളാർ സിസ്റ്റം വളരും. അത് എന്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്? കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഒരു ഗർഭകാലയളവ് മുഴുവൻ ഈ കോർപ്പസ് ലൂട്ടിയം മാത്രം ഉണ്ടാവും. അതിങ്ങനെ പ്രൊജസ്റ്റീറോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം വളർന്നിളങ്ങുന്നത്. ഓക്കെ അല്ലേ? വ്യത്യാസം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഈസ്ട്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ എവിടെയാണ് ഉണ്ടാകുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിളിലാണ് ഉണ്ടാകുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സാധനമാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്റ്റീറോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനിമൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഗർഭകാലം മുഴുവൻ പ്രൊജസ്റ്റീറോൺ ഉണ്ടാവും, ഈസ്ട്രജൻ പിന്നെ ഉണ്ടാവുകയില്ല അല്ലേ. ഇത്രയും മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വ്യത്യാസമാണ് അടറിലുണ്ടാകുന്ന വളർച്ച. മനസ്സിലായി? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ്. വേറെ ക്ലാസ്സിൽ വിശദമായിട്ട് ചിത്രങ്ങൾ കാണിച്ചു പറഞ്ഞു തരും. എന്നാൽ കൂടിയും നമുക്ക് നോക്കാം. In each reproductive cycle, 21 days in a cow, one follicle mature into Graafian follicle അല്ലെങ്കിൽ antral follicle. The Graafian follicle produces the hormone called estrogen. ഓക്കെ, നമുക്കറിയാം. അതുപോലെ എന്താ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്താണ് ഓവുലേഷൻ? The process by which the mature Graafian follicle ruptures and releases the ovum. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം. ഇതാണ് അതിൻ്റെ ഔട്ടർ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ. ഔട്ടർ കോർട്ടക്സ് ഇഷ്ടം പോലെ എന്തുണ്ട്? ജർമ്മൻ എപ്പിത്തീലിയത്തിൽ ഫസിക്യൂൾസ് ഉണ്ട്. അത് ഓരോന്നും ഇങ്ങനെ എന്താണ് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ 21 ദിവസത്തിലും ഒരെണ്ണമാണ് ഇതുപോലെ ഗ്രാഫിൻ ഫോളിക്കിളായി മാറുന്നത്. അതിൻ്റെ അവസാനം ഇത് റപ്ചർ ചെയ്ത് പുറത്തു പോകും. അതിന് നമ്മൾ ഓവുലേഷൻ എന്ന് പറയും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഓവുലേഷൻ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. കണ്ടോ, ഇത് ഓവറി, അതിൻ്റെ മുകളിൽ ഒരു വിരൽ പോലെ സാധനം ഇരിക്കുന്നു. അതാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോർപ്പസ് ലൂട്ടിയം. ആഫ്റ്റർ ഓവുലേഷൻ കോർപ്പസ് ലൂട്ടിയം റീപ്ലേസസ് ദ പ്ലേസ് വെയർ ഗ്രാഫിൻ ഫോളിക്കിൾ വാസ് ദെയർ അല്ലെ. ഗ്രാഫിൻ ഫോളിക്കിൾ ഉള്ള സ്ഥലത്ത് അത് കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ സാധനം വന്ന് ഇരിക്കും. അല്ലെങ്കിൽ അത് മൂടിയും കോർപ്പസ് ലൂട്ടിയം ആകും. ഓക്കെ, അതാണ് പ്രൊജസ്റ്റീറോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയം എത്ര ദിവസം കാലാവധി കാണും? ഞാൻ പറഞ്ഞുതരാം. ഓവുലേഷൻ കഴിഞ്ഞു. നോർമലി കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്റീറോൺ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് നമ്മുടെ അതായത് നമ്മുടെ യൂട്രസിനെയൊക്കെ തയ്യാറെടുപ്പിക്കും. എങ്ങാനും സ്പേം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൊച്ചിനെ ഉണ്ടാക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം എവിടെ ഒരുക്കണം? നമ്മുടെ ഗർഭപാത്രത്തിനകത്ത് ഒരുക്കി വെക്കണം. ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട്. ഈ കൊച്ചിന് 18 വയസ്സായോളം ഇവനറിയാമോ? ഇപ്പോൾ കല്യാണപ്രായം 21 ആക്കിയില്ലേ? കോർപ്പസ് ലൂട്ടിയം എന്ന് അറിഞ്ഞൂടാ ഇന്ത്യയിൽ കല്യാണപ്രായം മാറ്റി എന്നുള്ള കാര്യം. അപ്പോൾ അവ ഇങ്ങനെ തയ്യാറായിരിക്കും. എങ്ങാനും സ്പാമും കൂടെ വന്ന് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി വെക്കണം. എന്തിനെ? യൂട്രസിനെ ചുമ്മാ തയ്യാറാക്കിയാൽ പോരാ. നല്ല വാസ്കുലാരിറ്റി വരണം, ബ്ലഡ് സപ്ലൈക്ക് ഒരുപാട് കൂടണം. എന്നാൽ മാത്രമേ ഈ വരുന്ന ഭ്രൂണത്തിനെ അറ്റാച്ച് ചെയ്ത് വളർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും 21 ദിവസം. 21 ദിവസം അല്ല, എൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്തിരിക്കും. വന്നില്ല. അയ്യോ, ആരും വന്നില്ല. എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും. ഒരുക്കങ്ങളൊക്കെ പാഴായിപ്പോയി. എന്തൊരുക്കങ്ങൾ? യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഭയങ്കര വാസ്കുലറായിട്ട് വന്നാൽ ഇപ്പം ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്നെ വളർത്തിയെടുക്കടാ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു പ്രയോജനവും ഇല്ലാതായിപ്പോയി. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ വാസ്കുലാരിറ്റി എല്ലാം അങ്ങോട്ട് പൊട്ടും. അത് പൊട്ടി അങ്ങ് പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ ആർത്തവം എന്നൊക്കെ വിളിക്കുന്നത്. പശുവിനും ഉണ്ട് ഈ സാധനം കേട്ടോ. പശുവിന് അത്രയൊന്നും ബ്ലഡ് പോയി കാണാറില്ല. എന്നാലും പശുവിൻ്റെ ഹീറ്റ് പീരീഡ് കഴിഞ്ഞാൽ ഒരു മെൻസ്ട്രൽ പീരീഡ് ഉണ്ട്, മെൻസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, ഈ ആർത്തവം കൊണ്ടാണ് ഇത്രയും മഹത്തരമായിട്ടുള്ളൊരു കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ലേ, ആ ചേഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ആൾക്കാർ മാറ്റി നിർത്തുന്നത്. കഷ്ടമല്ലേ? പണ്ട്, ഇപ്പോഴില്ല, പണ്ട് നമ്മൾ മേലെപ്പറമ്പിൽ ആൺവീട് സിനിമയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. 7 ദിവസം നീ പുറത്ത് കിടക്കണമെന്ന് ആ പെൺകൊച്ച് വീട്ടിൽ വരുമ്പോഴേ പറയാറുണ്ട്. എന്തൊരു മാനസിക വ്യഥയായിരിക്കും ഒരു പെൺകുട്ടി അനുഭവിക്കുക.
ഇപ്പോഴും അതുപോലുള്ള സംഗതിയൊക്കെ നിലനിൽക്കുന്ന വീടുകളുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഉണ്ട്, എനിക്കറിയാം, പേഴ്സണലി അറിയാം. പക്ഷെ പുറത്ത് പറയാൻ കൊള്ളില്ല, പുറത്ത് പറയില്ല. അങ്ങനെയൊക്കെ പറയുന്ന അമ്മായിമാരൊക്കെ ഉണ്ട്. പിന്നെ അവരെ കുറ്റം കാര്യമില്ല, അവർ വളർന്ന സാഹചര്യം. പക്ഷേ ഇനിയുള്ള നമ്മുടെ തലമുറ വളരെയധികം എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇല്ലെന്നൊരു കാര്യമില്ല എന്ന് പറയണം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഓവറി നോക്കാം. ഓവറി എന്താണ് പഠിച്ചത്? ഓവറീസ് ആർ ദ പെയർ, അല്ലെ, പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫീമെയിൽ. ഓവറീസ് ആർ എ പെയർ ഓഫ് ഓർഗൻ പ്രൊഡ്യൂസിങ് ഓം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. നോക്കാം, ഓവറിയിൽ മെഡുലേ ഉണ്ട്, കോർട്ടക്സ് ഉണ്ട്. ഞാൻ കാണാൻ പറയട്ടെ. മെഡുലയാണ് ഏറ്റവും പുറമേ ഉള്ളത്. അവിടെ ജർമിനൽ എപ്പിത്തീലിയം ഉണ്ട്. അവിടെ ഏകദേശം 75,000 ഫസിക്യൂൾസ് ഉണ്ട്. ഓരോ റീപ്രൊഡക്റ്റീവ് സൈക്കിളിലും ഒരെണ്ണം മാത്രം ഡെവലപ്പായി വരും. അതെന്താണ്? അതിനെന്ന് വിളിക്കും നമ്മൾ ഗ്രാഫിൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ആൻഡർ ഫോളിക്കിൾ എന്ന് വിളിക്കും. അത് പൊട്ടി പുറത്ത് വരും. പൊട്ടി പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓവുലേഷൻ എന്ന് പറയുന്നത്. അത് പൊട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലും കൂടി ചേർന്ന് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. അതെ, കോർപ്പസ് ലൂട്ടിയം എന്തുൽപ്പാദിപ്പിക്കും? പ്രൊജസ്റ്റീറോൺ ഉൽപ്പാദിപ്പിക്കും. ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? ഗ്രാഫിൻ ഫോളിക്കിൾ. മനസ്സിലായി? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റീറോൺ ആർ ദ ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ദേ ഹാവ് ദ എൻഡോക്രൈൻ ഫംഗ്ഷൻ. എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ പറഞ്ഞുതരാം. എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേരിട്ട് ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് ഇത് പോകുന്നത്. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റുള്ള ഗ്ലാൻഡുകൾ, എക്സോക്രൈൻ ഗ്ലാൻഡുകൾ. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റിലേക്കാണ് ഇതിൻ്റെ സെക്രീഷനെ വിടുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഓക്കെ, മനസ്സിലായി? ഓവറിയെക്കുറിച്ച് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, ഓവറിയെക്കുറിച്ച് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ഇത് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് നോക്കാം. മറ്റൊരു പേരുണ്ട് സാൽപിഞ്ച് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ സാൽപിഞ്ച്. ഇത് ഫീമെയിൽസിൽ ഇപ്പം ചെയ്യുന്ന എന്താ പറയുക, ഗർഭനിരോധന പരിപാടിയാണ് സാൽപിഞ്ചക്ടമി. എന്താണ് സാൽപിഞ്ചക്ടമി? ഇതും കട്ട് ചെയ്ത് കളയും. സാൽപിഞ്ചക്ടമി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 പിള്ളേരേ ഉള്ളൂ, പെൺകുട്ടിയില്ല. രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ഞാൻ സാൽപിഞ്ചക്ടമി ചെയ്തോ എന്ന് പറഞ്ഞു. സാൽപിഞ്ചക്ടമി കൊച്ചുങ്ങൾക്ക് പേരിടാൻ പറ്റുമോ നോക്ക്, ഓർത്ത് വെച്ചോ. സാൽപിഞ്ചക്ടമി ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ സർജറിയിലൂടെ 2 സാൽപിഞ്ച് ഒന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അത് പിന്നെ ആലോചിക്കാം. എന്തായാലും സാൽപിഞ്ച് എന്നുള്ള പേരെങ്കിലും മറന്നുപോലെ ഞാൻ പറഞ്ഞുകൊണ്ട്. സാൽപിഞ്ച് മറന്നുപോലെ. അപ്പോൾ പേരെന്താണ്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ സാൽപിഞ്ച്. ഓവിഡക്റ്റ് എന്നുള്ള പേര് നമുക്ക് ഓർത്തിരിക്കാം. ഫാലോപ്പിയൻ ട്യൂബ് ഓർത്തിരുന്നേ പറ്റുള്ളൂ, സാൽപിഞ്ച് ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. നോക്കാം. ദ ഓവിഡക്റ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ഓവറീസ് ടു ദ യൂട്രസ്. എന്താണ് ഓവറി ഇരിക്കണോ? ഓവറി മുതൽ യൂട്രസ് വരെ ഓവറിയിൽ നിന്ന് പൊട്ടി ഓവം പുറത്തു വന്ന് കണ്ടോ? ഇതിനെ ക്യാച്ച് ചെയ്ത് നമ്മളെങ്ങനെ ക്യാച്ച് ചെയ്യുന്നേ? പറ. ഇങ്ങനെ അല്ലേ? ഇങ്ങനെ പൂത്താമര വിരിഞ്ഞവരാണ് ക്യാച്ച് ചെയ്യുന്നത്. അങ്ങനെ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്താൽ വിരളകത്ത് പോകും കേട്ടോ. ഇങ്ങനെ ഒരിക്കലും ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യാതെ. ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യാതെ, ഇല്ലെങ്കിൽ വിരളൊടിഞ്ഞു പോകും. ഇങ്ങനെ ക്യാച്ച് ചെയ്ത്. എന്തായാലും ഇങ്ങനെ ക്യാച്ച് ചെയ്താൽ ഒരിക്കലും പന്ത് പുറത്ത് പോയാൽ നമുക്ക് ഉറപ്പാണില്ല. കാരണം എവിടെയെങ്കിലും വന്ന് വീണതിനകത്തിരിക്കും. അങ്ങനെയാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഓവിഡക്റ്റ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഒട്ടിരിക്കേണ്ട. കൈ ഇങ്ങനെ ഇങ്ങനെ വിരുത്തി വെച്ചേക്കുക. ഓവിഡക്റ്റ് എക്സ്റ്റെൻസ് ഫ്രം ഓവറി ടു ദ യൂട്രസ്. ഓവറിയിൽ നിന്ന് സാധനത്തിനെ പന്ത് പിടിച്ച് യൂട്രസിൽ കൊണ്ട് കൊടുക്കുക. അതാണ് ഓവിഡക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദ ഫണൽ ഷേപ്പ്ഡ് ഓവേറിയൻ എൻഡ് എന്നുള്ള പരിപാടിയുണ്ട്. ഫണൽ ഷേപ്പ്ഡ് ഓവേറിയൻ എൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൂത്താമര വിരിഞ്ഞത് പോലെ ഇരിക്കുന്ന ഫണൽ ഷേപ്പ്ഡ് ഓവേറിയൻ എൻഡ് ഉണ്ട്. അതിനെ ഇൻഫണ്ടിബുലം എന്ന് പറയുന്നു. നമ്മൾ ഇവിടെ പഠിച്ചതാണ് ഈ കാര്യം. ചിക്കൻ്റെ കാര്യത്തിൽ പഠിച്ചാണ് ഇൻഫണ്ടിബുലം അല്ലേ? അതുപോലെ ഫിംബ്രിയെ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഫിംബ്രിയെ അതും അവിടെ പറഞ്ഞാണ് ഞാൻ. അതായത് ഇങ്ങനെ ഓവിഡക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന വിരലുകളെ ഫിംബ്രിയ എന്ന് പറയും. അതിങ്ങനെ എന്താണ്? അതിങ്ങനെ ഏകദേശം നമ്മുടെ ഓവറിയെ കവർ ചെയ്തിരിക്കും. എന്താ ലക്ഷ്യം? ഇതിനെ കൃത്യമായി പുറത്തു പോകരുത്. ഓവറി ഒരു വ്യത്യസ്തമായ സ്ട്രക്ചറാണ് അല്ലേ? ഓവിഡക്റ്റ് ഒരു വ്യത്യസ്തമായ സ്ട്രക്ചറാണ്. ഓവറിൽ നിന്ന് പൊട്ടി വരണ സാധനം നേരെ വയറ്റിൽ പോയി വീണാൽ പോയില്ലേ? ക്യാച്ച് മിസ്സായില്ലേ? ക്യാച്ച് മിസ്സാവരുത്. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫണൽ ഷേപ്പ്ഡ് ഓവേറിയൻ എന്ന് പറയുന്ന ഇൻഫണ്ടിബുലത്തിന് ഫിംബ്രി എന്ന് പറയുന്ന ഫിംഗർ ഷേപ്പ്ഡ് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്.
അത് വെച്ച് ഇതിനെ കവർ ചെയ്തിരിക്കും. ഫിംബ്രിയെ ഫിംഗർ, ഫിംബ്രിയെ ഫിംഗർ, ഫിംബ്രിയെ ഫിംഗർ, മറന്നുപോലെ ഇൻഫണ്ടിബുലം ആൻഡ് ഫിംബ്രിയെ. ഓക്കെ, അവിടെ എന്തുണ്ട്? സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട് കേട്ടോ. സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. പുറമേ ഉള്ള സെല്ലുകളാണ് എപ്പിത്തീലിയം. നമ്മുടെ കവിളിലെ എപ്പിത്തീലിയൽ സെൽസ് നിങ്ങൾ പണ്ട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ വെച്ച് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് നോക്കാമെന്ന് നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് കവിളിലൊന്ന് ചുരണ്ടിയിട്ട് ഒരു പഞ്ഞ് കൊണ്ട് സ്വാബ് എടുത്തിട്ട് അതിനകത്ത് സ്റ്റെയിൻ ചെയ്തിട്ട് ടീച്ചറും കാണിച്ചിട്ടുണ്ടാവും. അത് കൊളുമിനാർ എപ്പിത്തീലിയാണ്, കോളമായിട്ടിരിക്കുന്ന എപ്പിത്തീലിയം, കൊളുമിനാർ എപ്പിത്തീലിയം അല്ലേ. ഇവിടെ എന്താ, ഇവിടെയും ഉള്ളത് എപ്പിത്തീലിയൽ സെൽസ് ആണ് അതിനെ കവർ ചെയ്യുന്നത്. അവിടെ സീലിയാസ് ഉണ്ട്. സീലിയാസ് എന്താ? സീലിയാസ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ് സീലിയകൾ. സീലിയകൾ നമ്മളെ ഫ്ലജല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വല്ല ഓർമ്മയുണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ. നമ്മൾ മൈക്രോ ഓർഗാനിസം +1 പഠിച്ച സമയത്ത് ഫ്ലജല്ല എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളമുള്ള ബാക്ടീരിയ പോലെ ഇരിക്കണം, അകത്തൊരു ന്യൂക്ലിയസ്, അതിന് ഇങ്ങനെ ഒരു വാലുണ്ട്, ഫ്ലജല്ല. അതിനൊരു സീലിയ ഉണ്ടല്ലേ, ആ സീലിയ ചലിപ്പിച്ച് അത് മൂവ് ചെയ്യുന്നത്. അതേപോലെ ഈ സീലിയയുടെ എപ്പിത്തീലിയത്തിൽ നിന്നുണ്ട് ഇങ്ങനെ ജിമ്പ് ചക്കട ഇങ്ങനെ തള്ളി 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 വിടുന്ന സീലിയ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫണൽ ഷേപ്പ്ഡ് ഓവേറിയൻ എൻഡ് ഓഫ് ഓവിഡക്റ്റ് എന്ന് പറയും, ഇൻഫണ്ടിബുലം എന്ന് പറയും, ഇൻഫണ്ടിബുലം എന്ന് പറയും. ഫിംബ്രിയെ എന്താണ്? ഈ ഭാഗത്തെ കവർ ചെയ്തിരിക്കുന്നു. സീലിയേറ്റഡ് എപ്പിത്തീലിയം അവിടെ ഉണ്ട്. അതുപോലെ ദ ഓവം റിലീസ്ഡ് ഫ്രം ദ ഓവറി എൻഡേഴ്സ് ഇൻ ടു ഇൻഫണ്ടിബുലം. നമുക്കറിയാം, സിമ്പിളാണ്, ഇൻഫണ്ടിബുലത്തിലേക്ക് കടക്കുന്നു. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ദി ഫാലോപ്പിയൻ ട്യൂബിൾ അല്ലെങ്കിൽ ആംപ്യുള എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. ആന്റീരിയർ എന്ന് പറയും ഫ്രണ്ടിൽ അല്ലേ. ക്രേനിയൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ക്രേനിയൽ 1/3 പോർഷൻ ഓഫ് ദി ഫാലോപ്പിയൻ ട്യൂബിൾ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, പ്രീവിയസ് ക്വസ്റ്റ്യനാ. എന്താണ് ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ദി ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് തെറ്റില്ല, ആംബുള എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് തെറ്റില്ല. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാര്യം? ഫെലോപ്പിയൻ ട്യൂബിൽ ഇതാ ഇവിടെ തുടങ്ങി, ഇവിടെ അവസാനിക്കും അല്ലേ. അതിലെവിടെ? ഫെലോപ്പിയൻ ട്യൂബിൽ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാ? ആംബുള എന്ന് പറയുന്ന ഭാഗത്താണ്. നമ്മൾ ആംബുള അവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ആംബുള എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ ആംബുള എന്ന് പറയുന്ന ഭാഗം എന്താ? ആന്റീരിയർ 1/3 പോർഷൻ ആണ് അല്ലേ. ഇത് നമ്മൾ 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 1, 2, 3 അല്ലേ, അങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ ആന്റീരിയർ 1/3 പോർഷൻ, ഏറ്റവും ആദ്യം കാണപ്പെടുന്ന 1/3 പോർഷനിലാണ് ആംബുള. ഇവിടെ വെച്ചാണ് ഈ പറഞ്ഞ സംഗമം നടക്കുന്നത്. ആരൊക്കെ തമ്മിൽ? വരണ കണ്ടില്ലേ? മാക്രിക്കൂട്ടങ്ങൾ കഴിഞ്ഞ് വരണ കണ്ടില്ലേ? മാക്രിക്കൂട്ടം കച്ചേരിക്കായി സർജതി പറയുന്നൊരു അതാണ്. അതിൻ്റെ അടുത്ത് എത്തുന്ന ഇവിടെ ആംബുളയിൽ വെച്ചിട്ടാ. മാക്രി കണക്കല്ലടാ വരണ, പാൽമാക്രി കണക്കല്ലേ ആര് വരുന്നത്? ഇങ്ങനെ വരുന്നത് ആരാണ്? സ്പേം വരണത് അല്ലേ. യെസ്, ആന്റീരിയർ 1/3 പോർഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ദി ആംബുളയിലാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. ഓക്കെ സോറി, ആന്റീരിയർ 1/3 പോർഷൻ ആംബുള അല്ല, ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ഫാലോപ്പിയൻ ട്യൂബിൾ. ആ പോർഷൻ പറയുന്ന പേര് ആംബുള. ഇനി ഇസ്തമസ് എന്ന് പറയുന്ന ഭാഗമുണ്ടാവും. ഇസ്തമസ് ഈസ് ദ നാരോവർ ആൻഡ് മസ്കുലാർ എൻഡ് ആൻഡ് ആക്ട് ആസ് എ സ്പേം റിസർവോയർ. ഇപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്ത പോയിന്റ് കേട്ടോ. സ്പേം റിസർവോയർ അതായത് ഈ പശുവിനെ നമ്മുടെ ഉള്ളു മേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ആയിരിക്കണമെന്നില്ല എന്ത് ഈ ഓവുലേഷൻ നടക്കുന്നത്. ദിവസത്തിൻ്റെ കാര്യമില്ല, ടൈമൊക്കെ ചെറിയ വേരിയേഷൻ വരും. ഈ 2 സമയത്തും ഇതിനെ ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വരണം അല്ലേ. ഒരുപാട് വലിയ റിസർവോയർ കപ്പാസിറ്റി ഒന്നുമില്ല, ഒരുപാട് കാലമൊന്നും ഇത് സൂക്ഷിച്ചു വെക്കൊന്നുമില്ല. എന്തായാലും യൂട്രസും കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന നല്ല വയബിലിറ്റി ഉള്ള നല്ല അടിപൊളി സ്പേംസിനെ നോക്കിയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ കപ്പാസിറ്റി ആർക്കുണ്ട്? ഇസ്തമസിനുണ്ട്, സ്പേം റിസർവോയറായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് കയറി പോടാ, അതാ ആള് വരുന്നുണ്ട് എന്ന് പറയും. ഇവിടെ ഒരു എന്തിനു വെച്ചേക്കുക, ഒരു കനം കുറഞ്ഞ ഭാഗം, അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്ന കണക്ക്. അവിടെ നില്ല പറയും. സ്പേംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അവിടെ നില്ല്.
അവിടെ ആൾ റെഡി ആയിട്ടില്ല, അവിടെ നിന്ന് പറയും. അപ്പോൾ ഓക്കെ, കാരണം പെണ്ണവിടെ ഒരുങ്ങുന്നേ ഉള്ളൂ. ഇവിടെ കല്യാണം കഴിക്കാൻ സ്വയംവരത്തിന് 1000 രാജാക്കന്മാർ വരിക, ഇവിടെ ഇസ്തുമസ് ഇങ്ങനെ നിൽക്കുക എന്ന് വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. ഇസ്തുമസ് ഇങ്ങനെ നിൽക്കണം, അവിടെ നില്ലടേ, പെണ്ണ് അവിടെ റെഡി ആവണേ ഉള്ളൂ. ഓക്കെ, ആ പെണ്ണ് വരുന്നുണ്ട്, ചെന്നോ. ആദ്യം ഓടി ചെല്ലുന്നവന് സമ്മാനം. സ്വയംവരം, ഇതാണ് പരിപാടി. ഒറ്റ സ്പേം മാത്രമേ അകത്ത് കയറത്തുള്ളൂ കേട്ടോ, ഒറ്റ സ്പേം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി ആർ ആൾ, നിങ്ങൾ ആരും ഒരു പരാജയമല്ല ഒരിക്കലും. നമ്മൾ പുറത്തേക്ക് വരുന്നത് തന്നെ കോടാനുകോടി സ്പാംസിനെ തോപ്പിച്ചൊരു കിടിലൻ സ്പാം കൊണ്ടാ അല്ലേ? നമ്മുടെ അച്ഛൻ്റെ ആ ഒരൊറ്റ ഇജാക്കുലേഷനിൽ പുറത്തു വന്ന കോടാനുകോടി സ്പേമുകളിൽ നിന്നും ഏറ്റവും കരുത്തനും ഏറ്റവും അനുയോജ്യനുമായിട്ടുള്ള ഒരു സ്പേം ബാക്കിയുള്ള എല്ലാവരെയും നിരാകരിച്ചുകൊണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയെത്തി ഒരുപാട് വിഷയമുണ്ട് ഈ പറഞ്ഞ വഴിയൊക്കെ. അതിനെല്ലാം അതിജീവിച്ച, അതിനെല്ലാം ഭരിച്ചു പോണ ഒരുപാട് സ്പേംസുണ്ട്. അതിജീവനമാണ് മക്കളെ ജീവിതം, അതിജീവനമാണ്. അതുപോലെ അതിജീവിച്ച ഒരു സ്പേമാണ് നിങ്ങളും ഞാനും എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച് വീഴുന്നത് വിന്നറായിട്ടാണ്. പിന്നെ നമ്മൾ പരാജയപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ട് തന്നെയായിരിക്കും. മനസ്സിലായ? സോ വി ആർ ആൾ ബോൺ വിന്നേഴ്സ്. നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ വിന്നേഴ്സ് ആയിട്ടാണ് കേട്ടോ. മനസ്സിലാക്കണം മക്കളെ, നമ്മളെല്ലാ പേരും എന്താണ്? ബോൺ വിന്നേഴ്സാണ്. അപ്പോൾ അതേപോലെ ഒരു വിന്നിങ് മൊമെൻ്റാണ് ഇവിടുത്തെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെ വിന്നാകാൻ സാധ്യതയുള്ള ആൾക്കാരെ ആരെവിടെ ഇവിടെ സ്പാം റിസർവുകൾ ഇസ്തുമസ് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. എന്നിട്ട് സമയമാകുമ്പോൾ കയറിപ്പോയി കല്യാണം കഴിച്ചെന്ന് പറയും, അവന്മാർ കയറി ഓടും അല്ലേ. ഓക്കെ, അപ്പോൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ സാൽപിഞ്ചിൻ്റെ ഫങ്ഷൻസാണ് പറഞ്ഞത്. ഓവിഡക്റ്റ് എന്താണ്? എക്സ്റ്റെൻഡ് ഫ്രം ഓവറി ടു ദ യൂട്രസ്. ഓവിഡക്റ്റ് എന്താണ്? ഓവറി ടു ദ യൂട്രസ് അല്ലേ? ഓവറിൽ നിന്ന് യൂട്രസിലേക്ക് സാധനം കൊണ്ടുപോകാം. ദ ഫണൽ ഷേപ്ഡ് ഓവേറി എൻഡ് ഓഫ് ഓവിഡക്റ്റ് ഈസ് കാൾഡ് ഇൻഫണ്ടിബുലം. നമുക്കറിയാം, ഫിംബ്രി അവിടെ എൻവലപ്പ് ചെയ്തിരിക്കുന്നു, സീലേഡ് എപ്പിത്തീലിയം ഉണ്ട്. അതുപോലെ ഓവം റിലീസ്ഡ് ഫ്രം ദ ഓവറി ഇൻഫണ്ടിബിളത്തേക്ക് കടക്കുന്നു. ആംബുളയിൽ വെച്ച് അല്ലെങ്കിൽ ആൻറ്റീരിയർ 1/3 പോർഷൻ ഓഫ് ദ സാൽപിഞ്ച് വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. ഇസ്തുമസ് എന്ന് പറയുമ്പോഴത്തേക്ക് നാരോവർ എൻഡാണ്. അതൊരു മസ്കുലർ എൻഡാണ്. അത് ആക്ട് ആസ് എ സ്പേം റിസർവോയർ ആൾസോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് യൂട്രസ് നോക്കാം. യൂട്രസ് ഹാസ് എ ബോഡി ആൻഡ് 2 ഹോൺസ്. ബോഡി ഓഫ് ദ യൂട്രസ് ഇസ് ഡിവൈഡ് ഇൻടു 2 ഹോൺസ് കാൾഡ് കോർണുവ. കണ്ടോ? മനുഷ്യരിലാണെങ്കിൽ നല്ലൊരു ബോഡി ഉണ്ട് കേട്ടോ യൂട്രസിന്. മനുഷ്യൻ്റെ യൂട്രസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ത്രികോണമല്ല, യൂട്രസ് ആണ്. ഇതാണ് അതിൻ്റെ മനുഷ്യൻ്റെ ഫാലോപ്പിൻ ട്യൂബ്. ഇവിടെ ഓവറിയിരിക്കും. ഇവിടെ ചെറിയ ഹോൺസാണ് ഉള്ളത്. മനുഷ്യൻ്റെ ആ യൂട്രൈൻ ബോഡിയാണ് വലുത്. ഇത് ഇത്രയും യൂട്രൈൻ ബോഡിയാണ്. ഞാനിതിപ്പോൾ മയോമെട്രി എൻഡോമെട്രി ഒക്കെ വരച്ച് വെച്ചാണ്. യൂട്രൈൻ ബോഡി ഇങ്ങോട്ട് സർവിക്സ്, താഴോട്ട് വജൈന, അങ്ങനെ പോകും. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇത്രയും വലിയ ബോഡി ഇല്ല ആർക്ക്? ക്യാറ്റിലിന്. അതെന്നാ അങ്ങനെ ഒരു പരിപാടി? അങ്ങനെയാണ് പരിപാടി, പറഞ്ഞുതരാം കേട്ടാ. അപ്പം നമുക്ക് യൂട്രസ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, യൂട്രസിന് ഒരു ബോഡിയുണ്ട്, ചെറിയ ഷോർട്ട് ബോഡിയാണ്, 2 ഹോൺസ് ഉണ്ട്. അത് നമ്മൾ കോർണുവ എന്ന് വിളിക്കുന്നു. കേട്ടോ, നിങ്ങളത് ഓർത്ത് വെച്ചേക്കണം. ഇനി ദ ഇന്നർ ലൈനിങ് മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് യൂട്രസ് നോൺ ആസ് എൻഡോമെട്രിയം. ഈ പേര് നിങ്ങൾ മറക്കൂല, കാരണം ഇപ്പോഴും പഠിച്ചില്ലെങ്കിലും അങ്ങോട്ടും ചെല്ലുമ്പോൾ എൻഡോമെട്രിയൽ ഫ്ലൂയിഡ്, എൻഡോമെട്രിയൽ ലൈനിങ്, എൻഡോമെട്രിയൽ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻഡോമെട്രി എന്ന് പറയുമ്പോൾ ഇന്നർ സൈഡാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എൻഡോകാർഡിയം, പെരികാർഡിയം, എപ്പികാർഡിയം, മയോകാർഡിയം, എൻഡോ, മയോ, പെരി, എപ്പി, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും പ്രിഫിക്സുകളാണ്. മെട്രിയം എന്ന് പറഞ്ഞാൽ എന്താ മെട്രിയം? യൂട്രസ്, ഇത്രയേ ഉള്ളൂ. മെട്രൈറ്റിസ് എന്ന് പറയുന്നത് അറിയാം. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫ്ലമേഷൻ ആണെന്ന് ഓർത്തിരിക്കുക, നീര് വീക്കം. ഐറ്റിസ്. മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ അഡർ. മാസ്റ്റൈറ്റിസ് പഠിക്കാനുണ്ട് കേട്ടാ. അതേപോലെ മെട്രൈറ്റിസ് എന്താണ്? എന്തിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്? മനസ്സിലായില്ലേ ഇപ്പം? എന്താണ്? എൻഡോമെട്രിയം. ആരാ? ആ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ മെട്രൈറ്റിസും. നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ്. കാര്യം മെട്രൈറ്റിസിൻ്റെ ഡയഗ്നോസ് സിമ്പിളാണ്.
അപ്പോൾ നമ്മൾ ഒരു പശുവിനെ കുത്തിവയ്ക്കാൻ പോയപ്പോഴത്തേക്കും നല്ല ഇത് വരുന്നുണ്ട്, ഏതാണ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, അത് അത്യാവശ്യം അതാണ്. പക്ഷേ ആ ഫ്ലൂയിഡിൽ നല്ലൊരു പഴുപ്പിൻ്റെ നിറമുണ്ട്, മെട്രൈറ്റിസ്. നമ്മൾ എഴുതി കൊടുക്കേണ്ട, സാറിൻ്റെ പറഞ്ഞാൽ സാറേ ഇങ്ങനെ വിഷയമുണ്ട്, അപ്പോൾ സാറ് എഴുതിക്കോളും മെട്രൈറ്റിസ് എന്ന്. ഓക്കെ, അപ്പോൾ മാസ്റ്റൈറ്റിസ് ആൻഡ് മെട്രൈറ്റിസ്. അപ്പം ഞാൻ പറഞ്ഞത് മെട്രിയം യൂട്രസ് മറന്നുപോയല്ലോ, എൻഡോമെട്രിയം ഇന്നർ ലൈനിങ്. ഇനി മസ്കുലാർ ലെയർ ഓഫ് യൂട്രസ് ഈസ് കാൾഡ് മയോ മസ്കുലാർ അല്ലേ, മയോമെട്രിയം. എൻഡോമെട്രിയം ആൻഡ് മയോമെട്രിയം. ഓക്കെ, എൻഡോമെട്രിയം ആൻഡ് മയോമെട്രിയം. എൻഡോ ഉള്ളില്, മെട്രിയം യൂട്രസ്, ഉള്ളിലെ യൂട്രസ്, അത്രയേ ഉള്ളൂ. മയോമെട്രിയം മസ്കുലാർ. കാരണം എന്താ, മസ്കുലാർ കോൺട്രാക്ഷനൊക്കെ വളരെ അത്യാവശ്യമാണല്ലേ. എന്തിന്? കുട്ടിയെ പുറത്ത് കൊണ്ടുവരണം. ഇപ്പോഴല്ല, പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് അവിടെ തള്ളി പുറത്ത് വരണം. അതിനാണ് മയോമെട്രിയം. അപ്പോൾ മസ്കുലാർ ലെയർ ഓഫ് യൂട്രസ് ഈസ് കാൾഡ് മയോമെട്രിയം. ഓക്കെ, ഇനി എൻഡോമെട്രിയത്തിൽ കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. എൻഡോമെട്രിയത്തിൽ ഇതെല്ലാം പിന്നെയും നമ്മൾ പഠിക്കുന്ന സാധനമാണ് കേട്ടാ. നമ്മൾ ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ വിശദമായിട്ട് ചിത്രമല്ല വീഡിയോ കാണിച്ച് പറഞ്ഞു തരും. അത് നമ്മുടെ ഇത് ഇങ്ങനെ വരുന്നതും കൊറോണ റേഡിയിട്ട് തുളച്ചകത്ത് കയറുന്നതൊക്കെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ എൻഡോമെട്രിയം കണ്ടെയ്ൻസ് മെനി ഗ്ലാൻഡ്സ്. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ളിലുള്ള അകത്തുള്ള സോഫ്റ്റ് ആയിട്ട് ലൈനിങ് ആണ്. അതിനകത്ത് ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. ദ സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ്സ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ പ്രയർ ടു ഇംപ്ലാന്റേഷൻ. എന്താ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നടുക അല്ലേ, പ്ലാന്റിങ്, ചെടി നടുന്ന പ്ലാന്റേഷൻ എന്ന് പറയാം. പ്ലാന്റിങ്, ഐ ആം ഗോയിങ് ടു പ്ലാന്റ് എ പ്ലാന്റ്. ഒരു പ്ലാന്റ് നടാൻ പോകുന്നു. അവിടെ പ്ലാന്റും രണ്ട് അർത്ഥമാണ്. ഓക്കെ, പ്ലാന്റേഷൻ നടുക, അതുപോലൊരു പരിപാടിയാണ്. വിത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എവിടെ നടണം? ഉള്ളിൽ നടണം. ആ നടുന്നതിന് മുന്നേ അതിന് എന്ത് കൊടുക്കണം? ന്യൂട്രീഷൻ കൊടുക്കണം. അതിനെന്ത് കൊടുക്കണം? ഒരു പാല് കൊടുക്കണം. ജീവൻ നിലനിർത്തേണ്ടേ ആ കുഞ്ഞു കുട്ടിക്ക് നടുന്നതിന് മുന്നേ വേണം. അതിന് കൊടുക്കുന്ന സാധനമാണ് യൂട്രൈൻ മിൽക്ക്. അതാരാ കൊടുക്കുന്നത്? എൻഡോമെട്രിയൽ ഗ്ലാൻഡുകളാണ്. എൻഡോമെട്രിയത്തിൽ കാണപ്പെടുന്ന ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ് യൂട്രൈൻ മിൽക്ക്. അപ്പം എവിടെ വെച്ചാൽ ഈ പരിപാടി നടക്കുന്നേ? ഇവിടെ ആമ്പിളയിൽ വെച്ച് ഇവരൊന്നായി കഴിഞ്ഞാൽ ആദ്യ രാത്രിയിലേക്കുള്ള പാല് കൊടുക്കുന്ന അമ്മായിയമ്മയാണ് എൻഡോമെട്രിയൽ ഗ്ലാൻഡ്. ആദ്യ രാത്രിയിലുള്ള പാല് അമ്മായിയമ്മ കൊടുക്കും, അവർ സന്തോഷമായിട്ട് മേടിച്ച് കുടിക്കും അല്ലേ. പിന്നെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ പാലൊന്നുമില്ല. പിന്നെ വേറെ പരിപാടി, അമ്മായിയമ്മ പുറത്താക്കലാണ്. ഇറങ്ങടി എന്ന് പറയും. നിങ്ങൾ അങ്ങനെ ചുമ്മാ ആലോചിച്ച് കൺഫ്യൂഷൻ ആകേണ്ട. ഇത് അത്ര കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ അല്ല. എന്നാലും ഇവിടെ വെച്ച് ഒന്നായി അവർ കല്യാണം കഴിച്ച് അവരിവിടെ വന്ന് ഉറങ്ങുന്നത് വരെ അല്ലേ, ഇംപ്ലാന്റേഷൻ നടക്കുന്നത് വരെ അവർക്ക് എന്ത് വേണം? പാല് കൊടുക്കണം. ആ പാല് കൊടുക്കാൻ ആരാണ്? യൂട്രൈൻ മിൽക്ക് ആരാ കൊടുക്കുന്നത്? യൂട്രൈൻ ഗ്ലാൻഡ്സാണ് കൊടുക്കുന്നത്. ഓക്കെയാണ്. അപ്പോൾ യൂട്രസ് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു ബോഡിയും 2 ഹോണും ഉണ്ടെന്ന് പഠിച്ചു. ഹോണിന് കോർണുവ എന്ന് പറയുന്നത് പഠിച്ചു അല്ലേ. ഇന്നർ ലൈനിങ് ഓഫ് മ്യൂക്കസ് എന്ന് പറയും, എൻഡോമെട്രിയം എന്ന് പറയും അല്ലേ. അതുപോലെ മസ്കുലർ ലെയർ ഓഫ് യൂട്രസ് എന്ന് പറയും, മയോമെട്രിയം എന്ന് പറയും. എൻഡോമെട്രിയത്തിൽ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. ഇവരുടെ കല്യാണം കഴിഞ്ഞു, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നവരെ നടുന്നത് വരെയുള്ള സമയത്തിലേക്കുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്ന യൂട്രൈൻ മിൽക്കാണ്. ദ ഇന്നർ സർഫസ് ഓഫ് ദ യൂട്രസ് ഓഫ് കൗ ഓർ ഈവ് ഓർ ഡോ ഹാസ് കാരങ്കിൾസ്. വിശദമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. കാരങ്കിൾസ് ഇത് നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും, ഇവിടെ അല്ല വേറെ സ്ഥലത്തേക്ക് പറയേണ്ട കാര്യമാണ്, ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്ത്? നമ്മുടെ ROP എന്നൊക്കെ പറയും, റിട്ടൻഷൻ ഓഫ് പ്ലാസൻറ്റ. സാധാരണ റിട്ടൻഷൻ ഓഫ് പ്ലാസൻറ്റ ഈസ് ആൾവേസ് സംടൈംസ്, എപ്പോഴും നമുക്ക്, അതായത് അബോർഷനാണ് സാറേ, അബോർഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്, പ്ലാസൻറ്റ വീണിട്ടില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് ഒരു ആൾ പറയണം, ഒരു കർഷകൻ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെല്ലുക. കാരണം അതിന് എന്താണ്, ബ്രൂസല്ലോസിസ് എന്ന് പറയുന്ന അസുഖമായിരിക്കാൻ സാധ്യതയുണ്ട്. ബ്രൂസല്ലോസിസ് എന്ന അസുഖത്തിന് ലക്ഷണങ്ങളുണ്ടോ നമ്മൾ ചോദിക്കണം ആ സമയത്ത്. അത് അസുഖം പറഞ്ഞുതരാം. ബ്രൂസല്ലോസിസ് എന്ന് പറഞ്ഞാൽ ബ്രൂസല്ല അബോർട്ടസ് എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. പശുവിന്
പശുവിന് ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യനും ഈ അസുഖം ബാധിക്കാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. അങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ എന്ന് വിളിക്കും? എന്ന് വിളിക്കൂടാ, സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കും അല്ലേ? സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കും. സൂനോട്ടിക്കിനും പിന്നെ ക്ലാസിഫിക്കേഷൻ അതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ഒരു അസുഖമാണ് ബ്രൂസെല്ലോസിസ്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കണ്ടൊക്കെ പോവുക, നല്ല കൃത്യമായ പ്രിക്കോഷനോട് കൂടി തന്നെ പോവുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മനുഷ്യർക്ക് കാറ്റിലിന് അപോഷണമാണെങ്കിൽ നമുക്ക് മാൾട്ട ഫീവർ എന്ന് പറഞ്ഞ അസുഖമായിട്ട് വരുന്നത്. മാൾട്ട ഫീവർ ഇത് വിശദമായിട്ട് പഠിക്കാനുള്ളൊരു അസുഖമാണ്. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു അസുഖമാണ് ബ്രൂസെല്ലോസിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബ്രൂസെല്ലോസിസ് ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 7-ാം മാസമോ 8-ാം മാസം അബോഷനാവും, നമ്മളെ വിളിക്കും. ഉറപ്പായിട്ട് ഈ സാധനം പുറത്ത് പോകില്ല, റിട്ടൻഷൻ ഓഫ് പ്ലാസൻ്റ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ കൂടിയും നന്നായിട്ടൊരു പശു പ്രസവിച്ചാലും ചിലപ്പോൾ എന്താണ്, കൃത്യമായ സമയത്ത് പ്ലാസൻ്റ വീഴാത്തൊരു അസുഖം ഉണ്ട്. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലൊന്നും ഇത് ഇപ്പോൾ എടുക്കുന്ന പരിപാടി ഡോക്ടർമാർ എടുക്കാറില്ല, എടുക്കാത്ത ഡോക്ടർമാരുണ്ട്. കാരണം ചിലർക്കിത് കറക്റ്റായിട്ട് ഇത് പുറത്ത് പോയാലേ സമാധാനമാവും. ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പോണത് കാണണം കർഷകരൊക്കെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്ന പശുവിന്? ശരിക്കും അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. നിങ്ങൾ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അത്യാവശ്യം കയ്യിൽ ഇങ്ങനെ ഇളവിയിരിക്കുന്ന സാധനം ഇളകി എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കേണ്ടുന്ന ആൻറ്റിബയോട്ടിക് ബോളസുകളുണ്ട്. ആൻറ്റിബയോട്ടിക് ബോളസ് നിക്ഷേപിച്ചിട്ട് വന്നാൽ മാത്രം മതി. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇവനിത് മൊത്തം വലിച്ചു പറിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്ലാസൻ്റ പുറത്തെടുക്കുന്ന കാര്യം പറഞ്ഞു വന്നത്. പ്ലാസൻ്റ എന്തുകൊണ്ടാണ് അകത്തുനിന്ന് പുറത്ത് വരാത്തേ? ഈ സാധനം കൊണ്ടാണ്. കോട്ടിലിഡനറി പ്ലാസൻറ്റേഷനാണ് എവിടെ കാണപ്പെടുന്നത്? പശുവിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടിയാണ് കൂടിച്ചേർന്ന് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ കുട്ടിയെ പൊതിഞ്ഞിരിക്കുന്ന കവചമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ബ്ലഡ് ഗ്രൂപ്പായിരിക്കും, ലേഡീസിന് ബ്ലഡ് ഗ്രൂപ്പായിരിക്കും, കുട്ടിക്ക് വേറൊരു ബ്ലഡ് ഗ്രൂപ്പായിരിക്കും. ഈ രണ്ട് ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്താൽ കുഴപ്പമില്ല, ചത്തുപോയില്ല അവർ. മിക്സ് ചെയ്യാതെ ഓൺലി ന്യൂട്രിയൻസും കാർബൺ ഡൈ ഓക്സൈഡും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രതലം വേണം അല്ലേ? ആ കൈമാറ്റം കൃത്യമായി നടക്കുന്ന സ്ഥലമാണ് പ്ലാസൻ്റ. അല്ലെങ്കിൽ പ്ലാസൻ്റെയും യൂട്രസും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്. പശുവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാസൻറ്റേഷന് പറയുന്ന പേരാണ് കോട്ടിലിഡനറി പ്ലാസൻറ്റേഷൻ. എന്താണ്? ഇവിടെ പഠിക്കാനുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ ഇത് കാണിച്ചത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു 7-10 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പച്ചവെള്ളം പോലെ തിരിയും. കോട്ടിലിഡനറി പ്ലാസൻറ്റേഷൻ പശുവിന് എന്താണ്? അത് എഴുതുന്നില്ല, പോട്ടെ. എന്താ കോട്ടിലിഡൺ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നിങ്ങളിപ്പോൾ കേട്ടിരുന്ന ഗുണം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും, കറക്റ്റായിട്ട് മനസ്സിലാവും. കോട്ടിലിഡൺ എന്ന് പറഞ്ഞാൽ വിത്തില്ലേ, 2 ഡൈകോട്ടിലിഡൺ വിത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പുറവും ഇപ്പുറവും 2 സാധനമുള്ള വിത്ത്, അതേപോലെ ആ വിത്ത് പോലെ ആണ് കോട്ടിലിഡനറി പ്ലാസൻറ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നർ സർഫസ് ഓഫ് ദ യൂട്രസ് ഓർ കൗ, ഈവ്, ഡോ ഇതിനെല്ലാം കരങ്കിൾസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ലേക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഈ പ്ലാസൻ്റ ഉണ്ടാകുമ്പോഴത്തേക്കും, അതായത് പ്ലാസൻ്റ യൂട്രസിന് അകത്തുണ്ടാകുന്ന മറ്റൊരു കവചമാണ്. ആ കവചം വന്ന് നമ്മുടെ യൂട്രസ് എന്ന് പറയും പശുവിൻ്റെ ബോഡി തന്നെയാണ്. പശുവിൻ്റെ ബോഡി അല്ലാത്തൊരു ഭാഗമാണ് കുഞ്ഞിൻ്റെ ബോഡിയുടെ ഭാഗമായിട്ടുള്ള പ്ലാസൻ്റ. അത് വന്ന് ഈ യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ പറഞ്ഞ കോട്ടിലിഡൺ. അതായത് ഈ കാരങ്ങളിനകത്തേക്ക് ഈ പറഞ്ഞ കോട്ടിലിഡൺ വന്ന് പ്ലാസൻ്റോ വന്ന് കയറും അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് കൈയിട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത്. കൃത്യമായിട്ട് ഇത് വിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇൻ കേസ് നിങ്ങളെ എന്ത് ചെയ്യുന്നു, കർഷകൻ വിളിക്കുന്നു, എനിക്കിത് വൃത്തിയായി എടുക്കാറുണ്ടെങ്കിൽ കൈയിട്ട് വലിച്ചു പറിക്കാൻ പോകരുത്. കൈയിട്ട് വലിച്ചു പറിച്ചാൽ ഈ കോട്ടിലിഡൻ അടക്കം ഇളകി വരും, നല്ല ബ്ലീഡിങ് ആയിരിക്കും, നല്ല ബ്ലീഡിങ്ങും. കോട്ടിലിഡൻ ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് ഒരു ഇത്രയുള്ള വലിപ്പമുള്ള സാധനം കയ്യിൽ ഇങ്ങനെ കിട്ടും. അതിങ്ങനെ പിടിച്ച് ഒരു കാരണവശാൽ വലിക്കരുത്. വലിച്ച് പൊട്ടുന്നത് എന്തായിരിക്കും? യൂട്രസിൻ്റെ ഉള്ളാ പൊട്ടുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് ഇതേ കിട്ടത്തുള്ളൂ. ഇത് ഞെക്കി ഇളക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വലിച്ചു പിടിക്കരുത് കാരണവശാലും. ഇതിനകത്തോട്ട്, ഈ കോട്ടിലിനകത്തോട്ടൊരു സാധനം ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കുക. ഇവിടെ ഞെക്കുമ്പോഴത്തേക്ക് ഇത് ഇളകി വരും. അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് തന്നെ ഇതിനെ പറിച്ചെടുക്കണം പതുക്കെ. അതിന് വലിയ വില ഒന്നും കൊടുക്കണ്ട.
നമ്മൾ നോക്കുമ്പോൾ കർഷകൻ നോക്കണം, എന്തെങ്കിലും വലിച്ചു പറിക്കണ്ടേ, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ, ഇത് കിട്ടി, ഇത് തന്നെ സാധനം ഏറ്റവും എന്ത് കുഴപ്പം, പശു പിന്നെ പ്രഗ്നൻ്റ് ആവാൻ പാടായിരിക്കും, അല്ലെങ്കിൽ പശു പ്രഗ്നൻ്റ് ആയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. മനസ്സിലായില്ലേ? യൂട്രസിന് കേടുകൾ ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, പശുവായി പോകാൻ സാധ്യതയുണ്ട് ഇത് മൊത്തം ഞാൻ വലിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ ആ കാര്യം. യൂട്രസ് എന്തൊക്കെ പഠിച്ച് നമ്മളിത് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ ഇന്ന സർഫസ് ഓഫ് ദ യൂട്രസ് ഓഫ് കൗ കാൾ ഇതിനെല്ലാം എന്തുണ്ട്, ഇതിനെല്ലാം കോർട്ടിലിനറി പ്ലാസന്റേഷൻ ആണ്. ഈവിനും ഡോയ്ക്കും കൗനും എല്ലാം അവിടെ കാരങ്കിൾസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇത് അങ്ങോട്ടും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും. പ്ലാസന്റേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. മനുഷ്യൻ്റെ പ്ലാസന്റേഷൻ ഏത്, പശുവിലെ പ്ലാസന്റേഷൻ ഏത് ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ഔട്ടർ ലെയർ ഓഫ് യൂട്രസ് ഈസ് കാൾഡ് പെരിമെട്രിയം. പെരിമെട്രിയം പുറമേ ഉള്ളത് നമുക്കറിയാം, പെരികാർഡിയം എന്നൊക്കെ പറയുന്ന പോലെ. പെരി പുറമേ, എൻഡോ ഉള്ളിൽ, മയോ മസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് യൂട്രസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നോക്കാം. ഇത് കണ്ടാ നിങ്ങൾ പ്ലാസന്റേഷൻ കണ്ടാ? അകത്ത് കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടപ്പുണ്ട്, പുറമേ കണ്ട പ്ലാസന്റോംസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. യെസ്, അത് ഈ കാരങ്കിൾസിൽ വന്നാണ് ചേർന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ വിശദമായിട്ട് അപ്പോൾ നോക്കാം. കാരങ്കിൾസ്, അപ്പോൾ കാരങ്കിൾസും ഉണ്ട്, കോട്ടിലിഡനും ഉണ്ട് അല്ലേ. നോക്കാം, ഇത് കാരങ്കിൾ അകത്തോട്ടിറങ്ങിയിരിക്കുന്ന വിത്ത് കോട്ടിലിഡൻ. ദീസ് കാരങ്കിൾസ് ആണ് മെറ്റേണൽ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും യൂട്രസിന്റെ ഭാഗം കാരങ്കിൾസ്. അപ്പോൾ കുട്ടിയുടെ ഭാഗം എന്താ, കോട്ടിലിഡൻ, അതാണ് ഫീറ്റൽ പാർട്ട്. ടു ഫോം ദ പ്ലാസൻഡ, ഇത് രണ്ടോട് ചേർന്ന പ്ലാസൻഡ ഉണ്ടാകുന്നത്. ദ പ്ലാസന്റേഷൻ ഇൻ റൂമിനൻസ് ഈസ് കാൾഡ് കോട്ടിലിഡനറി ടൈപ്പ് പ്ലാസന്റേഷൻ. കാരണം കോട്ടിലിഡനറി ടൈപ്പ് രണ്ട് വിത്തുകൾ കൂടി ചേരുന്ന പോലെയാണ് ആ പ്ലാസന്റയുടെ അറ്റാച്ച്മെന്റ് നടക്കുന്നത്. സോണറി പ്ലാസന്റേഷൻ ഏതിലൊക്കെയാണ് അതൊക്കെ പറഞ്ഞു തരും, ചിത്രമടക്കം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിലപ്പെടണ്ട. ഇത് മനസ്സിലായല്ലോ. കാരങ്കിൾസ് ആണ് മെറ്റേണൽ പാർട്ട്, അതിനകത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന കോട്ടിലിഡനാണ് ഫീറ്റൽ പാർട്ട്. ഇത് രണ്ടും ചേർന്ന പ്ലാസൻഡ ഉണ്ടാകുന്നത്. റൂമിനൻസിലെ പ്ലാസൻഡ എന്താണ്, കോട്ടിലിഡനറി ടൈപ്പാണ്. ഇതാണ് ഈ കോട്ടിലിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ കോട്ടിലിഡനറി ടൈപ്പാണ് റൂമിനൻസിന്റെ പ്ലാസന്റേഷൻ. അപ്പോൾ ഇനി എന്താ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇംപ്ലാന്റേഷൻ ഇസ് ദ അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദ യൂട്ടറൈൻ വാൾ. നേരത്തെ പറഞ്ഞു അല്ലേ, അവർക്ക് പാലൊക്കെ കുടിച്ചുകൊണ്ട് പോയി ബെഡ്റൂമിൽ പോയി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം അല്ലേ. അതുപോലെ എന്താണ്, കല്യാണം കഴിഞ്ഞാൽ അതുപോലെ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലമാണ് എന്ത്, ഇംപ്ലാന്റേഷൻ. ആ പ്രോസസ് ഇംപ്ലാന്റേഷൻ ഇസ് ദ അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദ യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിൽ എംബ്രിയോ ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന പരിപാടിയാണ് യൂട്രൈൻ വാൾ. അതുവരെ ആരാ പാല് കൊടുക്കുന്ന, യൂട്രൈൻ മിൽക്ക്. ആര് കൊടുക്കും, എൻഡോമെട്രിയൽ ഗ്ലാൻസ് കൊടുക്കുന്ന പാലാണ് യൂട്രൈൻ മിൽക്ക്. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ? അടുത്തത് സെർവിക്സ്. യൂട്രസിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. സെർവിക്സ്. ദ സെർവിക്സ് മേ ബി കാൾഡ് ആസ് ദ നെക്ക് ഓഫ് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിന്റെ നെക്ക് എന്നറിയപ്പെടുന്ന ഭാഗമാണ് എന്ത്, സെർവിക്സ്. നെക്കിന്റെ പ്രത്യേകത എന്താ, കഴുത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ പാടാ അതുവഴി പോകാൻ അല്ലേ, അത്രയേ ഉള്ളൂ. കഴുത്തിലുള്ള സഞ്ചാരം. കാരണം എന്താ, ഇവിടെയും വലുത് നടുക്ക് ചെറുതല്ലേ, നടുക്ക് ഇടുങ്ങിയ ഭാഗം, അതാണ് ഭാഗം സെർവിക്സ്. ദ സെർവിക്സ് മേ ബി കാൾഡ് ആസ് എ നെക്ക് ഓഫ് ദ ഫീമെയിൽ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നെക്ക് ഓഫ് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ഓമ്പ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം അല്ലേ, ഗർഭപാത്രത്തിന്റെ എന്താണ് നെക്ക് എന്നറിയപ്പെടുന്നു ആരോ, സെർവിക്സ്. സെർവിക്സ് ലൈസ് ബിറ്റ്വീൻ ദ യൂട്രസ് ആൻഡ് വജൈന. കണ്ടോ, യൂട്രസ് ആണിത്, ഇത് വജൈന. ഇത് രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ആര്, സെർവിക്സ്. അതുപോലെ ദ ഓപ്പണിംഗ് ഓഫ് ദ സെർവിക്സ് ടു വജൈന ഈസ് കാൾഡ് ഓസ് സെർവിക്സ്. എന്താ എക്സ്റ്റേണൽ ഓസ് എന്നും പറയും. ഓസ് എന്ന് പറഞ്ഞാൽ ഹോസ്, ആ ഹോസ് അല്ല, ഓസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നേ അർത്ഥമുള്ളൂ. മനസ്സിലായോ, ഓപ്പണിംഗ് എന്നേ അർത്ഥമുള്ളൂ. സെർവിക്സ് ലൈസ് ബിറ്റ്വീൻ യൂട്രസ് ആൻഡ് വജൈന. നമുക്കറിയാം, ഇതാണ് വജൈന കോപ്പുലേറ്ററി ഓർഗൻ, ഇതാണ് യൂട്രസ്, ഇവിടെയാണ് കുട്ടിയുടെ ഇംപ്ലാന്റേഷൻ നടന്ന് കുട്ടി വളർന്ന് വലുതാകുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോപ്പുലേഷൻ നടക്കുന്ന ഭാഗവും തമ്മിൽ വേർതിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ നെക്ക് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആക്കുന്ന സെർവിക്സ് ഉണ്ട്. അതിന്റെ പുറമേ ഉള്ള ഓപ്പണിങ്ങിനെ ഓസ് സെർവിക്സ് എന്നോ എക്സ്റ്റേണൽ ഓസ് എന്നോ വിളിക്കുന്നു. അവിടെ പ്രാധാന്യമുണ്ട്. കാര്യം എന്നറിയാം, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്ന സമയത്ത്, കൃത്രിമ ബീജാധാനം ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റ്റേണൽ ഓസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കുത്തിവെക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
ആർക്ക് വേണോ കുത്തിവയ്ക്കാം. എവിടെ? വജൈനെ കൊണ്ടുവന്ന് കുത്തിവയ്ക്കാം. അതിന് നമ്മൾ തന്നെ വേണമെന്നില്ല. ആര്? ബുള്ള് കയറി നിന്ന് പണിയാലും മതി, വജൈനയിൽ സെമൻ നിക്ഷേപിക്കാൻ പറ്റും. ബുള്ള് കയറി നിന്ന് വജൈനെ പണിയുന്നതും നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യുന്നതും നമ്മൾ എന്താ വ്യത്യാസം? എന്തിനാ നമ്മൾ അകത്ത് കൊണ്ടുപോയി കുത്തിവെക്കുന്നേ? എന്തിനാ? ആലോചിക്കുന്നുണ്ടോ? അകത്ത് കൊണ്ടുപോയി കുത്തിവെക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബുള്ള് കയറി പണിയുമ്പോഴത്തേക്കും ഇഷ്ടമാതിരി സ്പേം അല്ലേ? നമ്മളെന്താ ചെയ്യുന്നത്? ഒരു ഇജാക്കുലേറ്റ് എടുത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത്, കാര്യം എന്താ? നല്ല കിടിലം ബുള്ളിൻ്റെ സെമന കൊണ്ടുവരുന്നത്. ഇതിനെ കൊണ്ടുവന്ന് ഒരു കുട്ടി ഉണ്ടാക്കിയാൽ പോരാ, അമ്മാതിരി പൈസ കൊടുത്ത് ചിലവാക്കി വളർത്തുന്ന ബുള്ള. മാത്രമല്ല അതിൻ്റെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഷ്ടമാതിരി പാല് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നത് അല്ലേ? അല്ലെങ്കിൽ അത്രയും വലിയ ബുള്ളിനെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത്രയും കാശ് ചിലവെന്നേ ഉള്ളൂ. ചെറിയ ഒരു എത്ര 150 രൂപ നമുക്ക് വണ്ടിക്കൂലി നമ്മളുടെ കുത്തി വെച്ച് കൊടുക്കും സെമൻ. മനസ്സിലായി? അപ്പോൾ നമുക്ക് ബുള്ളാണെന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞ സെമനെ മൊത്തത്തിൽ ഇവിടെ അങ്ങോട്ട് നിക്ഷേപിക്കുക. അതിനകത്ത് നമ്മൾ കയറി പൊക്കോളും, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മളതിനെ ഡൈല്യൂട്ട് ചെയ്ത് അല്ലേ ആകെ 0.25 ml ആണ് നമ്മൾ കുത്തിവെക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് കുത്തിവെച്ച ഒരു നിവൃത്തിയില്ല എൻ്റെ പൊന്നുമക്കളെ, കേട്ടോ. അതെവിടെ? സെർവിക്സിനുള്ളിലോട്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുള്ള് ചെയ്യുന്ന പണി നമ്മൾ എടുത്താൽ പോരാ, നമ്മൾ കൃത്യമായിട്ട് സെർവിക്സ് ഹോൾഡ് ചെയ്ത് സെർവിക്സിൻ്റെ ഓസ് സെർവിക്സ് കണ്ടുപിടിച്ച് അതുവഴി ഇതിനകത്തോട്ട് കയറ്റി കാണുമ്പോൾ ഓപ്പൺ ആയിരിക്കും, പിടിച്ച് കയറ്റിയാൽ പോരെ. കൈയിടുമ്പോൾ അറിയാം, അണ്ടകടാകത്തിൽ വിരലിട്ട് കണക്ക് ഇരിക്കും. അണ്ടകടാകത്തിൽ കൊണ്ടൊക്കെ എന്തോ ഇതിൻ്റെ അകത്ത് തമ്പുരാനെ കൈയിടുമ്പോൾ കിട്ടി സാറേ കിട്ടി. പണ്ട് ഈ പറഞ്ഞ പോലെ ഞാനിവിടെ ഇതിനകത്ത് നമ്മുടെ ഫാമിലുള്ള സമയത്ത് നമ്മുടെ ട്രെയിനീസ് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ പറഞ്ഞ പോലെ സർവീസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമം നമ്മൾ നടത്താറുണ്ട്. സർവീസ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യും? ഇവരാദ്യം കൈവാസ് ചെയ്തിട്ട് രക്തത്തിൽ കൂടെ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യണ സമയത്ത് അവർക്കൊന്നും കിട്ടൂല എപ്പോഴും. അപ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഒരു കൈയും കൂടെ എന്തോന്നാണ് സാറേ 2 കൈയാ ഒരു രക്തത്തിൽ. അങ്ങനെയാണ് ട്രെയിനിങ് സമയത്ത് അതേ പറ്റുള്ളൂ, കേട്ടാ. രണ്ടാമത്തെ കൈ കൊണ്ട് ഇട്ടിച്ച് സെർവിക്സ് എടുത്ത് ഇവരെ കൈ കൊടുക്കും. ഇതാണ് സെർവിക്സ്. അപ്പോൾ ചിലർ പിടിച്ചിട്ട് പറയും, വിരലിൽ പിടിച്ചിട്ട് സാറേ കിട്ടി, സർവീസ് പിടിച്ചേക്കണേ, വിടറാ എൻ്റെ വിരലിലാണ് പിടിച്ചേക്കണേ. വിരൽ കണക്കിരിക്കുന്ന സാധനമാണ് സർവീസ്. വിരൽ കണക്കിരിക്കും പിടിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായ? ഏകദേശം ഒരു വിരൽ കണക്കിരിക്കും. അത് ചെറുത് ഏതിൻ്റെ? ഹീഫറിൻ്റെയൊക്കെ. അതേസമയം അത്യാവശ്യം വലിയ പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ കൊള്ളാനും മാത്രം കാണും സർവീസ്. ചിലപ്പോൾ കയ്യിൽ കൊള്ളാത്ത സർവീസും ഉണ്ടായിരിക്കും. അതിന് സർവീസൈറ്റിസ് എന്ന് വിളിച്ചാലേ പറ്റത്തുള്ളൂ. അവിടെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്. അതെങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവും? യവന കൊണ്ടുപോയി കുത്തി കിഴിച്ചതാണ്. മനസ്സിലായ? കുത്തി കിഴിക്കാൻ പാടില്ല. ഇവിടെ ഒരു കാരണവശാലും ഗണ്ണെടുത്ത് വെച്ചിട്ട് കുത്തി ബലം കൊടുക്കരുത്. സർവീസൈറ്റിസ് ഉണ്ടാവും, പശുവിൻ്റെ ഉപ്പാട് വരും. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ സർവീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പറഞ്ഞുതരാം. AI പഠിപ്പിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തന്നേ വിടത്തുള്ളൂ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനൊക്കെ നല്ല ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടേ മനസ്സിലാക്കുന്നുള്ളൂ എങ്കിലും കഥ മനസ്സിലാക്കിയിട്ടായി നിങ്ങൾ പോകുന്നത്. ചെയ്തേ പഠിക്കാൻ പറ്റും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ? സർവീസിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. സർവീസ് ഇതാണ് എക്സ്റ്റേണൽ ലോസ് അല്ലെങ്കിൽ ഓസ് സർവീസ് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് സൈറ്റായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻസൈഡ് ദ സർവിക്സ് ആണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് യൂട്രെയിൻ ബോഡിക്കകത്ത്, ബാക്കി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ട് എന്ത് ചെയ്യണം? ഇൻസെമിനേറ്റ് ചെയ്യണമെന്നാണ് എന്നെ സാറ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സംഗതി ഇത് ചെയ്യണം. കുറച്ച് ഇതിനകത്ത് ബാക്കി ഇങ്ങോട്ട് വലിച്ച് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇതാക്കണം. അതിന് കാരണമുണ്ട്. കപ്പാസിറ്റേഷൻ എന്ന പരിപാടിയുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പം cervix lies between the uterus and vagina. The opening of cervix to vagina is called os cervix. ഇനി cervical wall has a thick muscles and the cervical canal is zigzag due to the presence of cervical rings. എന്തുട്ടായി പറഞ്ഞേക്കണേ? cervical wall has thick muscles. കണ്ടോ, കട്ടി കൂടിയ മസിൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിരലൊക്കെ പിടിക്കാൻ നല്ല കട്ടിയില്ല, കാരണം എന്താ? അകത്ത് എല്ലുണ്ട്, അസ്ഥിയുണ്ട്. ഇവിടെ അസ്ഥിയല്ല ഉള്ളത്, പകരം ഒരു കാർട്ടിലേജ് എന്ന് പറയാൻ പറ്റില്ല, നല്ല കട്ടിയുള്ള സാധനമാണ്.
Cervical wall has thick muscles and the cervical canal has zigzag presence due to the cervical rings. ഇതൊരു cervical ring ആണ്. സാധാരണ 3 മുതൽ 5 വരെ cervical rings ഉണ്ടാകാറുണ്ട്. ഇതും ഒരു റിംഗ് ആണ്. ഇതിനകത്തൂടെ സിഗ്സാഗ് ആണ്. അതായത് ഒരെണ്ണത്തിന്റെ ഓപ്പണിംഗ് ഇവിടെയെങ്കിൽ അടുത്ത ഒരു ഓപ്പണിംഗ് ഇവിടെ ആയിരിക്കും. ഇത് കറക്റ്റായി വെച്ചേക്കണേ. കണ്ടോ, ഇത് ഇവിടെ തട്ടി നിൽക്കും. മനസ്സിലായില്ലേ? ഒരു ഓപ്പണിംഗ് കടന്നു, അടുത്ത റിംഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് തട്ടി കയറും. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഒരു എല്ലിൽ തട്ടി അകത്തോട്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കിരികിരാന്ന് ഫീൽ ചെയ്യും. അതാണ് റിങ് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല്, കൈക്ക് കിട്ടുന്ന ഫീല്. ഗണ്ണ് ഓരോ റിങ്ങും പാസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തട്ടിയേ പോകത്തുള്ളൂ. കാരണം അത് വെറുതെ സോഫ്റ്റ് മസിൽ തട്ടി പോകുന്ന ഫീൽ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു റിങ്, അടുത്ത റിങ് ഇവിടെ ആയിരിക്കും. റിങ്ങല്ല, അടുത്ത ഓപ്പണിംഗ് ഇവിടെ ആയിരിക്കും. അപ്പോഴത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ഗണ്ണിങ്ങനെ തട്ടി തിരിച്ച് നോക്കണം, അല്ലെങ്കിൽ സർവിക്സ് ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും അടുത്ത കയറും. അത് ഞാൻ എയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ സിഗ്സാഗ് ആണ്, നേരെ ഉള്ളൊരു ഓപ്പണിംഗ് അല്ല എന്ന് മനസ്സിലാക്കാം. സെർവൈക്കൽ വാളിന് തിക് മസിൽസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള സെർവൈക്കൽ റിംഗ് ഉള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ സെർവിക്സ് ഈസ് ടൈറ്റ്ലി ക്ലോസ്ഡ് ആൻഡ് റിലാക്സ് ഓൺലി ഡ്യൂറിങ് ഹീറ്റ് ആൻഡ് പാർച്ചുറേഷൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. സെർവിക്സ് എപ്പോഴൊക്കെ ഓപ്പൺ ആവും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കുന്ന സംഗതിയാണ്. ഇത് ഹീറ്റ് സമയത്തും പാർച്ചുറേഷൻ സമയത്തും മാത്രമാണ് ഓപ്പൺ ആവത്തുള്ളൂ. വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിതെല്ലാം കൂടെ കേട്ടാൽ ഇതെന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഇത്രയും പറഞ്ഞതിൻ്റെ ഗുണം നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കാണാൻ മനസ്സിലാവും. മനസ്സിലായ? അടുത്തടുത്ത ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇത്രയും പറഞ്ഞു പോയെന്നുള്ള കാര്യം. എന്നാലും ഇവിടെ അധികം പറയുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഭ്രാന്ത് കയറും. പോട്ടെ. സെർവിക്സ് ടൈറ്റ്ലി ക്ലോസ് ആയിരിക്കും. ഹീറ്റിലും പാർച്ചുറേഷനിലും മാത്രമേ തുറക്കത്തുള്ളൂ. കാരണം എന്താ? ഹീറ്റ് സമയത്ത് ഒരുത്തനകത്തോട്ട് വിടണം. ആരെ? സ്പേമിനെ. പാർച്ചുറേഷൻ സമയത്ത് ഒരാളിനെ പുറത്തേക്ക് വിടണം. ആരെ? കുട്ടിയെ. അല്ലാത്ത സമയത്തെല്ലാം ഇങ്ങനെ ഇരിക്കും. മമ്മൂട്ടി കണക്ക് ക്ലോസ് ആയിരിക്കും. മമ്മൂട്ടി ക്ലോസ് എന്നല്ലേ, ഞാനൊന്ന് വേറൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞതല്ല. ഓക്കെ. അടുത്തത് വജൈന. വജൈന ഈസ് ദ പോർഷൻ എക്സ്റ്റെൻഡിങ് ഫ്രം സെർവിക്സ് ടു വൾവ. സെർവിക്സ് മുതൽ വൾവ വരെയുള്ള ഭാഗമാണ് വജൈന എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് കോപ്പുലേഷൻ. അതായത് ബുള്ള് പണി കൊടുക്കുന്ന സ്ഥലം അല്ലേ. ഓർഗൻ ഓഫ് കോപ്പുലേഷൻ ആണ് വജൈന എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ഫീമെയിൽ അല്ലെ, ഫീമെയിൽ അല്ല. അതുപോലെ മറ്റൊരു ജോലി കൂടി ഉണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ ബർത്ത് കനാൽ ഡ്യൂറിങ് പാർച്ചുറേഷൻ. അതുപോലെ ഇറ്റ് ഈസ് കോമൺ പാർട്ട് ഫോർ റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റത്തിന് അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കോമൺ ആണ്. യൂറിനറി സിസ്റ്റത്തിന് കോമൺ ആകുന്നത് ഈ വെസ്റ്റിബ്യൂളിൻ്റെ ഭാഗം ഇവിടം തൊട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടം തൊട്ട് ഇവിടെയാണ് യുറീത്രവം തുറക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് യുറീത്രവം തുറക്കുന്നത്. സാധാരണ കണ്ടോ, ഇതാണ് പെൽവിക് ജെനിറ്റേലിയ, ഇതാണ് താഴത്തെ പെൽവിക് ബോൺ. അതിനകത്താണ് ബ്ലാഡർ ഇരിക്കുന്നത്. ബ്ലാഡർ നിറയുമ്പോൾ ഇങ്ങോട്ട് പോകും. നമ്മൾ കൈയിടുന്നത് ഈ റക്റ്റത്തിൽ കൂടെ ഇങ്ങനെയാണ് കൈയിടുന്നത്. റക്റ്റത്തിൽ കൈയിട്ടിട്ട് നമ്മൾ ഈ ബ്ലാഡർ ഇവിടെ അടിയിൽ കാണൂല. ചിലപ്പോൾ മിക്കവാറും ഇവിടെ കാണണം നിർബന്ധമില്ല. നമുക്ക് ഈ ഉറപ്പായിട്ടും കൈയിട്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ഈ പെൽവിക് ബോൺ ഇങ്ങനെ കിട്ടും. നമ്മൾ ചെയ്യുന്ന ഈ പെൽവിക് ബോണിൻ്റെ ഇങ്ങനെ അപ്പുറത്തൂടെ ഇട്ടിട്ട് പെൽവിക് ബോണിൽ നിന്ന് ഇങ്ങനെ പിടുത്തം പിടിക്കും. ബ്ലാഡർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ താഴെയായിരിക്കും, ചിലപ്പോൾ മുകളിലായിരിക്കും. എന്തായാലും നമുക്ക് ഈ സെർവിക്സ് ഇങ്ങനെ കയ്യിൽ കിട്ടും. ഇപ്പോൾ ബ്ലാഡറാണ് പലപ്പോഴും നമുക്ക് പണി വരുന്നത്. അപ്പം സെർവിക്സ് ഇങ്ങനെ കയ്യിൽ കിട്ടും. കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയാണ് ബാക്കി പരിപാടി നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായി. വജൈന എന്ന് പറയുമ്പോൾ ഇതാണ് സെർവിക്സ്. കണ്ടോ, സെർവിക്സ്, യൂട്രൈൻ ബോഡി, ഓവർ ഇതാ ഈ ഭാഗത്ത് ചിലപ്പോൾ വ്യത്യാസം വരും. യൂട്രൈൻ ബോഡി, വജൈന, ഇവിടെയാണ് യുറീത്രവം തുറക്കുന്നത്. ഓക്കെ. അപ്പോൾ വജൈനയെ നമുക്ക് എന്ന് വിളിക്കാം? കോമൺ പാർട്ട് ഫോർ റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞ ഭാഗം കൂടെ ഉണ്ട്. വെസ്റ്റിബ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് എന്താ പറയാം, ലേഡീസിന് അറിയാൻ പറ്റും, ജെൻസിന് അത് പ്രത്യേകമായിട്ട് കാണാൻ പറ്റില്ല. വെസ്റ്റിബ്യൂൾ ഇസ് എ കോമൺ യൂറോ ജെനിറ്റൽ പാസേജ്. യൂറോ ജെനിറ്റൽ പാസേജ് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള ഭാഗമാണ് ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. യൂറോ ജെനിറ്റൽ പാസേജ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ വൾവ ടു ദ ഹൈമനൽ റെമനന്റ്. വൾവ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ് അല്ലേ. വൾവ മുതൽ ഹൈമനൽ റെമനന്റ്. ഹൈമൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, കന്യാചർമ്മം എന്നൊക്കെ പറയില്ലേ. കന്യാചർമ്മം പശുവിനുണ്ടാ കന്യാചർമ്മം, പശുവിനും ഉണ്ട് കന്യാചർമ്മം. പക്ഷേ നമുക്കങ്ങനെ കാണാൻ പറ്റുകയില്ല പശുവിൻ്റെ കന്യാചർമ്മം. മനുഷ്യനും ഉണ്ട്. മനുഷ്യൻ ഉണ്ടാകാതിരിക്കാം. ചിലരിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ ഉണ്ടാവും, ചിലർ എക്സൈസ് പോകും. എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല ഹൈമൻ എന്ന് പറഞ്ഞ സാധനം.
ഹൈമനൽ റെമനന്റ്. ഓക്കെ, അത് നമ്മൾ എന്ന് പറയും, ഹൈമനൽ എന്ന് പറയും. ലൈക്ക് അപ്പോൾ അതുവരെയുള്ള ഭാഗമാണ്. അതിനകത്ത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടാവുക, കണ്ടെയ്ൻസ് മൈനർ വെസ്റ്റിബുലാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാർത്തോളിൻസ് ഗ്ലാൻഡ് എവിടെയാണ്? വെസ്റ്റിബ്യൂളിലാണ് ഉള്ളത് കേട്ടോ. അതായത് ലൂബ്രിക്കേറ്റിംഗ് മ്യൂക്കസ്. ഈ കോപ്പുലേഷൻ സമയത്ത് ലൂബ്രിക്കേഷൻ വേണമല്ലോ, ഈ സാധനം അകത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അവിടെ എന്ത് വേണം? കുറച്ച് നല്ല ലൂബ്രിക്കേഷൻ വേണമല്ലോ. അപ്പോൾ ലൂബ്രിക്കേറ്റിംഗ് മ്യൂക്കസ് ഉണ്ടാക്കുന്ന ബാർത്തോളിൻ ഗ്ലാൻസ് ആണ്. ഓർത്ത് വെച്ചോണേ. നമ്മൾ ടെക്സ്റ്റിൽ ഈ വെസ്റ്റിബ്യൂളിനെ കുറിച്ച് പറയുന്നില്ല, എന്നാലും വെസ്റ്റിബ്യൂൾ കൊണ്ട് നമ്മൾ നോക്കി വെച്ചേക്കാം. ബാർത്തോളിൻസ് ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ വെസ്റ്റിബുലാർ ഗ്ലാൻഡ് ആണ് അല്ലേ. മൈനർ വെസ്റ്റിബുലാർ ഗ്ലാൻഡ്സിന് ബാർത്തോളിൻസ് ഗ്ലാൻഡ് എന്ന് പറയാം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? സെക്രീറ്റ് ലൂബ്രിക്കേറ്റിംഗ് മ്യൂക്കസ് ഡ്യൂറിങ് ദ ആക്ട് ഓഫ് കോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് ലൂബ്രിക്കേറ്റിംഗ് മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ബാർത്തോളിൻസ് ഗ്ലാൻഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വജൈന എന്താണ്? ഓർഗൻ ഓഫ് കോപ്പുലേഷൻ. അത് വന്ന് ചോദിക്കുന്ന കാര്യമാണ്. ഓർഗൻ ഓഫ് കോപ്പുലേഷൻ അതാണ് ചോദിക്കും, വജൈന. ഓക്കെ, അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നത് മനസ്സിലാക്കി വെച്ചേക്കുക. കോമൺ പാർട്ട് ഫോർ റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി സിസ്റ്റം ആണെന്ന് ചോദിക്കാം, വജൈനയാണ്. അതുപോലെ വൾവ ഇതാണ് അതിൻ്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ തുറന്നു വയ്ക്കാൻ പറ്റില്ല. വൾവ ഇസ് ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഇറ്റ് ലൈസ് ജസ്റ്റ് ബിലോ ദ ആനസ് ആൻഡ് ഫങ്ഷൻസ് ആസ് ദ കോമൺ ഓപ്പണിംഗ് ഓഫ് ദ യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റം ഗോർഡഡ് ബൈ 2 വൾവൽ ലിപ്സ്. നമുക്കറിയാം യൂറിനറി സിസ്റ്റവും അതുപോലെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതും അതുപോലെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അകത്തേക്കുള്ള ഇൻപുട്ട് കൊടുക്കുന്നതും വൾവ വഴിയുള്ള ഓപ്പണിംഗ് വഴിയാണ്. അല്ലെങ്കിൽ രണ്ടിൻ്റെ കോമൺ ഓപ്പണിംഗ് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അല്ലേ. വൾവ ഇതിനെ ഗോഡ് ചെയ്തിരിക്കുന്ന 2 വൾവൽ ലിപ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വൾവൽ ലിപ്സ് നമ്മളിതിങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ വൾവൽ ലിപ്സ് നോക്കൂ. ഇൻസമിനേഷൻ്റെ ഒരു കാര്യം എപ്പോഴേ പറഞ്ഞുതരാമല്ല കാണിച്ചു തരാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ എങ്ങോട്ടാ കൈ കെട്ടുന്ന ഇൻസമിനേഷൻ ചെയ്യുന്ന സമയത്ത് റെക്റ്റത്തിലേക്ക് അല്ലേ? റെക്റ്റത്തിലേക്ക് ആദ്യം നമ്മൾ വാല് പൊക്കി, വാലാണെങ്കിൽ പിടിക്കാൻ പറയും. റെക്റ്റത്തിലേക്ക് കൈ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഓരോ വിരലായിട്ട് പതുക്കെ അതിന് മുന്നേ വല്ല എണ്ണയൊക്കെ തടവി അങ്ങോട്ട് കയറ്റി നമ്മുടെ കൈയുടെ ആക്ഷൻ എല്ലാം കറക്റ്റായിട്ട് വരാനും നമുക്ക് ഈ സാധനം കൃത്യമായി കിട്ടാനും വേണ്ടി അകത്ത് ചാണകം ഉണ്ടായാൽ പറ്റത്തില്ല. ചാണകം നമ്മൾ പതുക്കെ പുറത്തേക്ക് മാറ്റും. ഒരു കാരണവശാലും ചാണകം വാരി നമ്മൾ എന്ത് ചെയ്യരുത്? കൈ പുറത്തെടുത്ത് കളയരുത്. അങ്ങനെ കളഞ്ഞാലുള്ള വലിയൊരു കുഴപ്പമുണ്ട്. നമുക്കതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ബലൂൺ പോലെ വീർത്ത് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത് വെച്ചിട്ട് താഴെ നിന്നുള്ള സാധനത്തിനെ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു വാളിൽ കൂടെ അതൊരു റെക്റ്റൽ വാളുണ്ട്. ഒരു ബലൂണിനകത്തോടെ കൈ ഇട്ടിട്ട് ആ ബലൂണിനകത്തോടെ കൈ ഇട്ടുകൊണ്ട് നമ്മളെ കയ്യിൽ പിടിക്കുന്ന പോലെയാണ്, മനസ്സിലായില്ലേ? ആ ബലൂൺ ഭയങ്കരമായിട്ട് വീർത്ത് ടൈറ്റ് ആയിരുന്നാലോ താവോട്ട് പിടിക്കാൻ പാടായിരിക്കും. അതേസമയം ബലൂൺ വീർക്കാതിരുന്നാലോ അത് വെച്ച് തന്നെ കൈ പിടിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ആ ബലൂണിനകത്ത് നമ്മൾ കൈ ഇടുമ്പോൾ അതിനകത്ത് ഒരുപാട് എയർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് തള്ളുമ്പോഴത്തേക്ക് നോർമലി വൾവൽ ലിപ്സ് ഓപ്പൺ ആവും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ വൾവൽ ലിപ്സ് ഒന്ന് ഓപ്പൺ ആക്കി തരാൻ പറയാം. അതുവഴി ഗൺ പാസ് ചെയ്യാൻ പറ്റും. വൾവൽ ലിപ്സ് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിരിക്കില്ല, അടഞ്ഞിരിക്കുന്ന സാധനമാണ്. ഓക്കെ, പഠിപ്പിക്കുമ്പോഴത്തേക്കും ഒക്കെ പറഞ്ഞുതരാം. ഇത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വൾവ നോക്കാം. വൾവ ഈസ് ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ടിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്. ഇറ്റ് ലൈസ് ജസ്റ്റ് ബിലോ ദ ഏനസ് ആൻഡ് ഫങ്ഷൻസ് ആസ് ദ കോമൺ ഓപ്പണിംഗ് ഫോർ യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റംസ് ആൻഡ് ഗാർഡഡ് ബൈ 2 വൾവൽ ലിപ്സ്. 2 വൾവൽ ലിപ്സിനാൽ ഗാർഡ് ചെയ്തിരിക്കുന്നു. ഇനി ക്ലിറ്റോറിസ് എന്താണെന്ന് നോക്കാം. ക്ലിറ്റോറിസ് ഈസ് ദ റൂഡിമെന്ററി ഓർഗൻ വിച്ച് ഈസ് അനലോഗസ് ഓർ ഹോമലോഗസ് ടു പെനിസ്. എന്താ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ? ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എവിടെയാണ്? വൾവയ്ക്കും വജൈനയ്ക്കും ഇടയിൽ കാണപ്പെടുന്നൊരു ഭാഗമാണ്. സ്ത്രീകളിലും ഈ ഭാഗം കാണപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഇതിൻ്റെ സ്റ്റിമുലേഷൻ എന്താണ്? ഈ ഭാഗത്തുള്ള സ്റ്റിമുലേഷൻ സെക്ഷൽ എറോസലിന് കാരണമാകും. ഇതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കല്യാണം കഴിച്ചവരൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് ക്ലിറ്റോറിസ് എന്നുള്ള കാര്യം. ക്ലിറ്റോറിസ് എന്നുള്ള ഭാഗം ഇങ്ങനെ ഇരിക്കുന്ന, അതായത് നമ്മുടെ വൾവയ്ക്കും വജൈനയ്ക്കും ഇടയിലുള്ളൊരു ചെറിയൊരു ഇറക്റ്റൈൽ ഫങ്ഷനുള്ള ഒരു റുഡിമെൻ്ററി ഓർഗനാണ്. മെയിലിൽ ഇതിന് പകരമായിട്ടല്ല, ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനം പെനിസാണ്. മെയിലിൽ ആകെ കൂടെ ലൈംഗിക സുഖം തരുന്ന സാധനം പെനിസാണ് അല്ലേ? യെസ്, ശരിയാണ്. കാരണം ഇറക്റ്റൈൽ ഫങ്ഷനൊക്കെ ഉള്ള പെനിസാണ്. അപ്പോൾ അതിന് അനലോഗസ് ആയിട്ടിരിക്കുന്ന സാധനമാണ് എന്താണ്? ഈ പറഞ്ഞ പോലെ ഉള്ള ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞ ഭാഗം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ പശുവിന് വല്ല സുഖവും കിട്ടുമോ? ഒരു സുഖം കിട്ടില്ല. എന്തിനാ ഈ പശുവിന് സുഖം കൊടുക്കുന്നത് നമ്മൾ? ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റിമുലേഷൻ ക്യാൻ എൻഹാൻസ് ദ യൂട്രൈൻ കോൺട്രാക്ഷൻസ്.
ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇൻസമിനേഷൻ കഴിഞ്ഞ് കയ്യും വലിച്ച് പോകരുത്. പതുക്കെ ചെറിയൊരു സ്റ്റിമുലേഷൻ ഈ പറഞ്ഞ ക്ലിറ്റോറിസിൻ്റെ ഭാഗത്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? യൂട്രെയിൻ കോൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കറക്റ്റായിട്ട് നമ്മൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള സെമൻ കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സെമന് മാത്രം കഴിഞ്ഞ് പോകാൻ പറ്റില്ല. പകരം എന്താണ്? യൂട്രെയിൻ കോൺട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്ലിറ്റോറിസിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം ഇതാണ്, അനലോഗസ് ടു അല്ലെങ്കിൽ ഹോമലോഗസ് എന്ന് പറഞ്ഞാലും ശരി. അനലോഗസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, ഹോമലോഗസ് എന്ന് പറഞ്ഞാൽ അതിന് പകരം എന്ന് പറയപ്പെടുന്ന, കേട്ടോ. ഈ അങ്ങനെ പറഞ്ഞാലും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, കേട്ടോ. അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന ഓർഗനാണിത് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന സാധനം. ക്ലിറ്റോറിസ് എന്നാണ് റുഡിമെൻ്ററി ഓർഗൻ. അതങ്ങനെ വലിയ ഓർഗൻ അല്ല. മെയിലാണെങ്കിൽ പെനിസ് വലിയ ഓർഗൻ ആണല്ലേ. അതുപോലെ പെനിസ് പോലെ ഇറക്റ്റൈൽ ടിഷ്യൂസിനാൽ നിറഞ്ഞ ഒരു റുഡിമെൻ്ററി ഓർഗനാണ് ക്ലിറ്റോറിസ്. അതിന് ഇറക്റ്റൈൽ ടിഷ്യൂസ് ഉണ്ട്. ലൊക്കേറ്റഡ് വെൻട്രലി ബിറ്റ്വീൻ ദ വൾവ ആൻഡ് വജൈന, അല്ലേ. ലൊക്കേറ്റഡ് വെൻട്രലി, അതാണ് ഡോർസലി അല്ല. ഡോർസലി ആണെങ്കിൽ ഈ ഭാഗത്ത് വന്നേ, വൾവയ്ക്കും വജൈനയ്ക്കും ഇടയിൽ ഈ ഭാഗത്ത് വന്നേ. ഇത് വെൻട്രലി താഴെയാണ്, അല്ലേ. ഇതാണ് വൾവ, അകത്തോട്ട് വജൈന. യെസ്, മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് ഓവുലേഷൻ എന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു പോകാം. ഇത് വേറെ സ്ഥലത്ത് പഠിക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്താ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ബൈ വിച്ച് മെച്ചർ ഓവം ഈസ് റിലീസ്ഡ് ഫ്രം ദ ഗ്രാഫിൻ ഫോളിക്കിൾ ഓഫ് ദ ഓവർ ഈസ് കാൾഡ് ഓവുലേഷൻ. നേരത്തെ പഠിച്ച അതേ കാര്യമാണ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഹോർമോണൽ ആക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് ഏതൊക്കെ ഹോർമോൺ എപ്പോഴൊക്കെയാണ് ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് ഞാൻ നല്ലൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഫ്ലോ ചാർട്ടിലൂടെ പറഞ്ഞുതരും. അത് പടം പോലെ കണ്ട് സിനിമ പോലെ നിങ്ങൾ മനസ്സിരിക്കുകയും ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ദ ടൈം ഓഫ് ഓവുലേഷൻ വേരീസ് വിത്ത് സ്പീഷീസ്. ഇൻ ജനറൽ ഇറ്റ് ഒക്കേഴ്സ് നിയർ ദ എൻഡ് ഓഫ് ഈസ്ട്രം. സാധാരണ എല്ലാ സ്പീഷീസിലും ഈസ്ട്രത്തിൻ്റെ എൻഡ് പീരീഡിലാണ് നടക്കുന്നത്. കൗവിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ ചേട്ടാ, എൻ്റെ ഹീറ്റ് പീരീഡ് കഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷം മാത്രമേ ഓവുലേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരാൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഒരാൾ വിളിക്കുകയാണ്, നമ്മൾ ഹീറ്റ് ആണ് കുത്തിവെക്കാൻ വരണം. നമ്മൾ എപ്പോഴും പോകണം? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമെങ്കിൽ ഇന്ന് രാവിലെ പോയാൽ മതി. ഇന്ന് രാവിലെ വിളിക്കുന്ന ഒരാൾ എപ്പോൾ പോകണം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകണം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിരിക്കണം, കേട്ടോ. ഇന്ന് ഉച്ചയിൽ നിന്ന് വൈകുന്നേരം പോയി രാത്രി പോയി കുത്തിച്ചാൽ നല്ലത്. ഹീറ്റ് പീരീഡ് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞാലേ ഓവുലേഷൻ നടക്കുമോ? ഏകദേശം കൃത്യസമയത്ത് ഓവുലേഷൻ സമയത്ത് നമ്മൾ കൊണ്ടുപോയി കുത്തിവെച്ചിട്ട് കാര്യമില്ല. അതിന് മുന്നേ കുത്തിവെക്കണം. കാരണം ഇത് അങ്ങോട്ട് എത്തേണ്ട സമയമൊക്കെ എടുക്കണം. ചില സാറന്മാരെന്നല്ല, പണ്ടത്തെ ഇപ്പോഴുള്ള സാറന്മാരെന്ന് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കൈയിട്ട് എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആരെയും ഡിഫെയിം ചെയ്യുന്നതല്ല, എന്നാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുമായിരിക്കും, കേട്ടോ. എനിക്കറിയില്ല, അവരെ എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ അത് ഇതല്ല. അവർ കൈയിട്ടിട്ട് ഓവറി പിടിക്കും. ഓവറി പിടിച്ചിട്ട് ഏത് ഓവറിലാണ് ഫോളിക്കിൾ ഉള്ളത്? ലെഫ്റ്റ് ഓവറി ഫോളിക്കിളുണ്ട്, റൈറ്റ് ഓവറി ഫോളിക്കിളില്ല. അപ്പോൾ ലെഫ്റ്റ് ഓവറിൽ ഓവലേഷൻ നടക്കാൻ നേരെ കുത്തിവെച്ച് ലെഫ്റ്റ് ഹോണിൽ കൊണ്ട് കുത്തിവെക്കുന്ന അണ്ണന്മാരൊക്കെ ഉണ്ട്. ആദ്യം കുറച്ച് സ്പേം അവിടെ കിടക്കട്ടെ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല, കാരണം അങ്ങനെയൊക്കെ എൻ്റെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ദൂരം സ്പേമിന് പോകാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവിടെ കുറച്ച് സ്പേം കിടന്നോട്ടെ എന്ന്. മക്കളെ, കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കപ്പാസിറ്റേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നടക്കുന്ന സർവീസ് വെച്ച് നടക്കുന്ന പരിപാടിയാണ്. കപ്പാസിറ്റേഷൻ്റെ കിട്ടിയാൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ഇതിനെ തുളച്ച് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ, കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഓവുലേഷൻ എത്ര? 12 മണിക്കൂർ കഴിഞ്ഞ് നടക്കത്തുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റിനാണ്, 12 മണിക്കൂർ കഴിഞ്ഞ് ഓവുലേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നിങ്ങളിപ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഹീറ്റ് പീരീഡ് കഴിഞ്ഞ് 12 മണിക്കൂർ ആണ് ഇത്. പിന്നെ ഞാൻ പറഞ്ഞു തരും, പിന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, പഠിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം മക്കളെ. ദ ഓർഗൻ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം വെയർ ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏതാണ്? ഓവറി. ഒറ്റ ഉത്തരം. അടുത്തത് ഓർഗൻ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം വെയർ സെക്സ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഏതാണ്? ഒറ്റ ഉത്തരം, ഓവറി. ഡ്യൂറേഷൻ ഓഫ് ഈസ്റ്റർ സൈക്കിൾ ഇൻ കാറ്റിൽ എത്ര? 21 ദിവസം. ദ ഔട്ടർ സിറസ് ലെയർ ഓഫ് യൂട്രസ് ഈസ് കാൾഡ്. ഔട്ടർ സിറസ് ലെയർ, പുറമേ ഉള്ളത് ഏത്? പെരിമെട്രിയം, അല്ലേ? ഏറ്റവും പുറമേ ഉള്ളത് പെരിമെട്രിയം. ദ സ്ട്രക്ചർ പ്രസന്റ് ഇൻ ഓവറി വിച്ച് ബിയേഴ്സ് ദ മെച്ചുറിംഗ് ഓവം. ഏത്? ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ആൻട്രൽ ഫോളിക്കിൾ, നമുക്കറിയാം. അതുപോലെ പ്രോസസ് ഓഫ് റപ്ചർ ഓഫ് മെച്ചുർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് ദ റിലീസ് ഓഫ് ഓവം ഈസ് കാൾഡ്. ഏതാണ്? ഓവുലേഷൻ, നമുക്കറിയാം. അതുപോലെ റപ്ചർഡ് ഗ്രാഫിൻ ഫോളിക്കിൾസ് ആർ റീപ്ലേസ്ഡ് ബൈ എന്താണ്?
കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് കലോസം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ പ്രൊജസ്റ്റിറോൺ ആരാ? കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഡാഷ് ഈസ് ദ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ഫ്രോം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഏതാ? ഈസ്ട്രോജൻ ആണ്, നമുക്കതറിയാം. ഡാഷ് ഈസ് ദ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ഫ്രോം കോർപ്പസ് ലൂട്ടിയം, നമുക്കതാ പ്രൊജസ്റ്റിറോൺ ആണ്, നമുക്കറിയാം. നെയിം ദ ഡക്ട് ദാറ്റ് ആർ എക്സ്റ്റെൻഡിങ് ഫ്രം ഓവറി ടു യൂട്രസ്, നമുക്കറിയാം. എന്താണ്? ഫലോപ്പിയൻ ട്യൂബ് ആണ്, അല്ലെങ്കിൽ ഓവിഡക്റ്റ് ആണ്, അല്ലെങ്കിൽ സാൽപിഞ്ച് ആണ്, നമുക്കറിയാം. ദ ഫണൽ ഷേപ്ഡ് എൻഡ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ഈസ് കാൾഡ് എന്താണ്? ഇൻഫണ്ടിബുലമാണ്, അത് നമുക്കറിയാം. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഡാഷ് പാർട്ട്, എവിടെയാണ്? ആന്റീരിയർ 1/3 പോർഷൻ ഓഫ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ആംബുള, അല്ലേ? ഇസ്തുമസിൽ അല്ല, നമുക്കറിയാം. ആഫ്റ്റർ ഓവുലേഷൻ ഓവ ഈസ് റിസീവ്ഡ് ബൈ ഏത് സ്ട്രക്ചർ ആണ്? ഇൻഫണ്ടിബുലമാണ്, അതും നമുക്കറിയാം. ദ ഇന്റേണൽ ലെയർ ഓഫ് യൂട്രൈൻ ബോഡി ഈസ് കാൾഡ് എന്താണ്? എൻഡോമെട്രിയം എന്ന് പറയപ്പെടുന്നത്, നമുക്കറിയാം. ദ മസ്കുലാർ ലെയർ ഓഫ് യൂട്രൈൻ ബോഡി ഏതാണ്? മയോമെട്രിയം, കുഴപ്പമില്ല, നമുക്കറിയാം. ദ സെക്രീഷൻ ഓഫ് എൻഡോമെട്രിയൽ ഗ്ലാൻസ് ആർ കാൾഡ് എന്താണ്? യൂട്ടറൈൻ മിൽക്ക് എന്നാ പറയുന്നത്, അല്ലേ? എൻഡോമെട്രിയൽ ഗ്ലാൻസിന്റെ മിൽക്കിന് പറയുന്ന പേര് യൂട്രൈൻ മിൽക്ക്. കല്യാണം കഴിച്ച് യെസ് പറഞ്ഞു വരുന്നത്. ഡാഷ് ഈസ് ദ സെക്രീഷൻ ഓഫ് എൻഡോമെട്രിയം വിച്ച് നറിഷസ് ദ എംബ്രിയോ ടിൽ ഇംപ്ലാന്റേഷൻ, ഏതാണ്? യൂട്രൈൻ മിൽക്ക് ആണ്, നമുക്കറിയാം. ദ അറ്റാച്ച്മെന്റ് ഓഫ് ദ എംബ്രിയോ ഇൻ ദ യൂട്രൈൻ വാൾ ഈസ് കാൾഡ് എന്താണ്? ഇംപ്ലാന്റേഷൻ ആണ്, നമുക്ക് അറിഞ്ഞൂടേത്, അറിയാം. പ്ലാസന്റേഷൻ സീൻ ഇൻ റൂമിനൻസ് ആർ ഡാഷ് ടൈപ്പ്, എന്താണ്? കോട്ടിലീഡനറി പ്ലാസന്റേഷൻ ആണ്. ഡാഷ് ഈസ് ദ മെറ്റേണൽ പാർട്ട് ഓഫ് പ്ലാസന്റേഷൻ ഇൻ കാറ്റിൽ, എന്താ? കരങ്കിൾസ് ആണ്. കോട്ടിലീഡൻ വിത്ത് കുട്ടിയുടേതാ, മറന്നു പോകരുത് കേട്ടോ, കരങ്കിൾസ് ആണ്. അതുപോലെ ഡാഷ് ഈസ് ദ ഫീറ്റൽ പാർട്ട് ഓഫ് ഇംപ്ലാന്റേഷൻ കാറ്റിൽ, ഫീറ്റൽ പാർട്ട് എന്ന് പഠിച്ചു ഇപ്പോ, ഏത്? കോട്ടിലീഡൻ. ഡാഷ് ഈസ് ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഫീമെയിൽ, എന്താണ്? വജൈനയാണോ? അല്ല, ഏതാ? ഓവറിയാണ്, അല്ലേ? ഓവറിയാണ്. അതുപോലെ ഫിംഗർ ലേക്ക് പ്രൊജക്ഷൻ സീൻ അറ്റ് ദ എൻഡ് ഓഫ് ഇൻഫണ്ടിബുലം, ഫിംബ്രിയയാണ്, നമുക്കതറിയാം. അറിഞ്ഞൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. നോക്കാം. എംബ്രിയോ, ഇംപ്ലാന്റേഷൻ, ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ. ഇത് ഇവിടത്തെ ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ വെച്ച് നമുക്ക് അറിയാം. എംബ്രിയോ, ഇംപ്ലാന്റേഷൻ, ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ. ആദ്യം എന്താ നടക്കുക? ഓവുലേഷൻ 1, അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടക്കണം, കൂടിച്ചേരണം, കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? എംബ്രിയോ ഉണ്ടാവും, അത് ഇംപ്ലാന്റേഷൻ നടക്കും, അത് എടുത്ത് നടും, അല്ലേ? അപ്പോൾ അത് 3, 4, 2, 1. 3, 4, 1, 2, 3, 4, 1, 2. എസ് ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദ യൂട്രൈൻ വാൾ ഈസ് കാൾഡ് ഇംപ്ലാന്റേഷൻ. 1, 4 എത്ര ഉണ്ട്? 1, 4, 2 ഉണ്ട്, അല്ലേ? ബാക്കി 2 വെട്ടിക്കളയാം. ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് കാൾഡ് എൻഡോമെട്രിയം. 3, 5 എത്ര ഉണ്ട്? യെസ്, ബി ആണ് ഉത്തരം, അല്ലേ? ബി. ഡാഷ് ഈസ് കാൾഡ് ദ നെക്ക് ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, എന്തിട്ടാ പറ? സെർവിക്സ്, അല്ലേ? എന്താണ്? സെർവിക്സ്. അതുപോലെ റിലാക്സേഷൻ ഓഫ് ഈ സെർവിക്സ് ഒക്കേഴ്സ് അറ്റ് എപ്പോഴൊക്കെ? പാർച്ചുറേഷനിലും ഹീറ്റിലും. ബോത്ത് എ ആൻഡ് സി ആണ് ഉത്തരം. ദ ഓപ്പണിംഗ് ഓഫ് സെർവിക്സ് ടു വജൈന ഈസ് കാൾഡ് ഓസ് സെർവിക്സ്, അല്ലേ? ദ സിക്സാഗ് നേച്ചർ ഓഫ് സെർവിക്സ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് cervical rings. Dash is the organ of copulation, cause vagina. External opening of female genital tract in female vulva. അതുപോലെ ഡാഷ് ഈസ് ദ റൂഡിമെന്ററി ഓർഗൻ പ്രസന്റ് ഇൻ കൗസ് വിച്ച് ഈസ് അനലോഗസ് ടു പെനിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിറ്റോറിസ്. അതുപോലെ ഡാഷ് ഈസ് ദ ഓർഗൻ പ്ലേസ്ഡ് വെൻട്രലി ബിറ്റ്വീൻ ദ വൾവ ആൻഡ് വജൈന എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിറ്റോറിസ്. ഡാഷ് ഈസ് ദ ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻ വിച്ച് ഹാസ് ഇറക്റ്റൈൽ ടിഷ്യൂ പ്രസന്റ് എന്താണ്? ക്ലിറ്റോറിസ്. ഇനി കാറ്റിൽ ഓവുലേഷൻ ഒക്കേഴ്സ് അറ്റ് ഡാഷ് ടൈം 12 hours ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈസ്റ്റർ, മറന്നു പോകരുത്. അതുപോലെ സെർവിക്സ് റിലാക്സസ് അറ്റ് പാർച്ചുറേഷൻ ആൻഡ് ഹീറ്റ്, അല്ലേ? പാർച്ചുറേഷനും പ്രഗ്നൻസി അല്ല, സോറി, ഈസ്ട്രസ് ഹീറ്റ് ഇവിടെ പറഞ്ഞിരിക്കല്ലേ? ശരി. അപ്പം ഡി, ഈസ്ട്രസും ഹീറ്റും രണ്ടും ഒന്നാണ്. റിലാക്സേഷൻ ഓഫ് സെർവിക്സ് ഒക്കേഴ്സ് അറ്റ് ഹീറ്റ് ആൻഡ് പാർച്ചുറേഷൻ, അല്ലേ? പാർച്ചുറേഷൻ. ദ പാർട്ട് ഓഫ് ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം ലൈസ് ബിറ്റ്വീൻ യൂട്രസ് ആൻഡ് വജൈന, ഏതാണ്? യൂട്രസിനും വജൈനയ്ക്കും ഇടയിൽ സർവിക്സ് ആ ഉള്ളതല്ലേ? നെക്ക് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം. ഡാഷ് ഈസ് ദ പോർഷൻ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം എക്സ്റ്റെൻസ് ഫ്രം സർവിക്സ് ടു വൾവ, വജൈന. ഡാഷ് ആക്ട് ആസ് എ കോമൺ പാത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി സിസ്റ്റംസ് ഇൻ കൗ, വജൈന. ഡാഷ് ആക്ട് ആസ് ബർത്ത് കനാൽ ഡ്യൂറിംഗ് പാർച്ചുറേഷൻ, വജൈന. ഡാഷ് ആക്ട് ആസ് ദ കോമൺ ഓപ്പണിംഗ് ഓഫ് യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റം കൗ, ഓപ്പണിംഗ് മറന്നുപോലും, വജൈനല്ല, വൾവ ഓപ്പണിംഗ് വെച്ചതല്ലേ? In a cow, clitoris is present dash between vagina and vulva, ventrally.
അതുപോലെ ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സെർവിക്സ് ലൈസ് ബിറ്റ്വീൻ ദ യൂട്രസ് ആൻഡ് വജൈന. ദ ഓപ്പണിംഗ് ഓഫ് സെർവിക്സ് ടു വജൈന ഈസ് കാൾഡ് ഇന്റേണൽ ഓസ്. സെർവിക്സ് എവിടെ? വജൈനയ്ക്കും യൂട്രസിനും ഇടയിൽ. അത് ശരിയാണ്. ഓപ്പണിംഗ് ഓഫ് സെർവിക്സ് ടു വജൈന ഈസ് കാൾഡ് ഇന്റേണൽ ഓസ് അല്ല, അത് എക്സ്റ്റേണൽ ഓസ് ആണ്, അല്ലെങ്കിൽ ഓസ് സെർവിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് തെറ്റാണ്. എക്സ്റ്റേണൽ ഓസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇന്റേണൽ ഓസ് അകത്ത് ഒരു വഴിയുണ്ട്, അതാണ് ഇന്റേണൽ ഓസ്. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നോ റോങ് ആൻസർ എന്ന് പറയുന്നത് കളയാം. ഓൺലി 4 എന്ന് പറഞ്ഞാൽ കളയാം, ഇതും കളയാം. സി ആയിരിക്കും ഉത്തരം, അല്ലേ? സിമ്പിൾ. അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ട്. ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചോ, നമുക്ക് നോക്കാം. ദ സെർവൈക്കൽ വാൾ ഹാസ് തിക് മസിൽസ് ഉണ്ട്, ശരിയാണ്. ആൻഡ് സെർവൈക്കൽ കനാൽ സിക്സാഗ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെർവൈക്കൽ. ശരിയാണ്. അത് ശരിയായത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഗുണമൊന്നുമില്ലല്ലേ. വജൈന ആക്ട് ആസ് എ ഓർഗൻ ഓഫ് കോപ്പുലേഷൻ ഇൻ ഫീമെയിൽ ആൻഡ് ഈസ് എ കോമൺ പാത്ത് വേ ഫോർ ബോത്ത് യൂറിനറി ആൻഡ് ജെനിറ്റൽ. അതും ശരിയാണ്. അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്താ കളയാം? ഈ ബി കളയാൻ പറ്റും, അല്ലേ? അടുത്തത്, ക്ലിറ്റോറിസ് ഈസ് എ റൂഡിമെന്ററി ഓർഗൻ വിച്ച് ഈസ് അനലോഗസ് ടു പെനിസ് വിത്ത് സം ഇറക്റ്റഡ് ടിഷ്യൂസ് ലൊക്കേറ്റഡ് ഡോർസലി അല്ല വെൻട്രലി ആണ്. തെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കളയാം. ഉത്തരം കിട്ടും, സി എന്ന് കിട്ടും. ഇനി മാച്ച് നോക്കാം. നെക്ക് ഓഫ് ഫീമെയിൽ ജെൻഡർ ആക്ട് സെർവിക്സ്. A3 വരുന്ന എത്ര ഉണ്ട്? A3 വരുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സി തന്നെ ആയിരിക്കും ഉത്തരം. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ലിസ്റ്റ് എവരി ഓർഗൻ ഇൻ ദ കൗസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്? ഓവറി, യൂട്രസ്, പ്രോസ്റ്റേറ്റ്, പെനിസ്. തെറ്റ്. ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വജൈന, വൾവ. ടെസ്റ്റിസ് ഇല്ല, ബ്ലാഡർ ഇല്ല. യെസ്, ബി ആണ് ഉത്തരം. യെസ്. ഓക്കെ. അതുപോലെ ആവറേജ് ലെങ്ത് ഓഫ് ബൊബൈൻ ഈസ്ട്രസ് സൈക്കിൾ 21 ദിവസം, അല്ലേ? ഓക്കെ. അപ്പോൾ മക്കളെ, കൂടുതൽ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് തരുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഏകദേശം പകുതി കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ എക്സാമിന് വരുമ്പോൾ എക്സാം കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആവും, പൊരിക്കും, തകർക്കും, നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അവസാന നിമിഷം വരെ ക്ലാസ് കണ്ടു, ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. ഇനി പരീക്ഷകൾ എഴുതുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ എനിക്ക് എത്രേ പറയാനുള്ളൂ, വീക്കിലി എക്സാമിനേഷൻ നിർബന്ധമായിട്ടും മത്സരിക്കണം. നിങ്ങൾ മത്സരിക്കണം, വീക്കിലി എക്സാമിനേഷൻ മത്സരിച്ച് ആദ്യത്തെ ഒരു 140 ഒരാളായാൽ മതി. നിങ്ങൾ ആദ്യത്തെ 10 റാങ്കിൽ കേരളത്തിലുണ്ടാവും, ഏത് ജില്ലയിലാണെന്നുണ്ടെങ്കിലും. അത് വരിക, നിരന്തരം അത് ഉറപ്പാക്കുക. അത് ഉറപ്പായി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഒരു ടെൻഷനും ഇല്ല. 14 ജില്ലകളുടെയും സകലമാന റാങ്കുകൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് വേറെ ആർക്കും കൊണ്ടു കൊടുത്താൽ മതി. അതാണ് നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ടീം സഹകാരി റേസ് പ്ലസ്, നമ്മുടെ ചോണാക്കുട്ടികളുടെ ടീം കഴിഞ്ഞല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് എന്താ, ഇപ്പോൾ വന്ന് കോഴിക്കോട് വന്നു. കോഴിക്കോട് നമ്മുടെ എക്സ് സർവീസിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് നമ്മുടെ പിള്ളേരാണ്. ഇനി അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായി വർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിചാരിച്ചു തന്നിരിക്കണം. താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് ഉടനെ കാണാം.